ഹായ് മക്കളെ, വെൽക്കം ടു വേദാന്തു മലയാളം. എല്ലാവർക്കും വേദാന്തു മലയാളത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. സോ എൻ്റെ സൗണ്ടിന് ചെറിയ രീതിയിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പം എന്താ പറയുക, അയ്യോ മാമിൻ്റെ സൗണ്ടിന് ഒരു കരകരപ്പുണ്ടല്ലോ എന്ന് തോന്നാം. പക്ഷെ എന്ത് ചെയ്യാനടാ, നമുക്ക് എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് കുറേ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പം സത്യം പറഞ്ഞാൽ സൗണ്ട് അങ്ങ് പകുതിയോളം അടിച്ചു പോയ പോലെയാണുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ എവല്യൂഷനിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബിഗ് ബാങ് തിയറിയാണ്. അപ്പോൾ എന്താ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ, അതായത് എങ്ങനെയാണ് നമ്മളെ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തത്. സോ എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തത് നോക്കിക്കേ. അതായത് ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഈ സിംഗുലാരിറ്റിക്ക് ഒരു വലിയ രീതിയിലുള്ളൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ എൻറ്റൈറ്റി ഉണ്ടായിരുന്നു, അതിനൊരു വലിയ രീതിയിൽ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, ഒരു സ്ഫോടനം സംഭവിക്കുന്നു അല്ലെ. ആ സ്ഫോടനത്തിലൂടെയാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അങ്ങനെ യൂണിവേഴ്സ് പിന്നെ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും അല്ലെ. യൂണിവേഴ്സ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ആൻഡ് ടെമ്പറേച്ചർ മെല്ലെ 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 താഴ്ന്നു തുടങ്ങും. അതായത് ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക, പിന്നെ ആ ടെമ്പറേച്ചർ മെല്ലെ കുറഞ്ഞു തുടങ്ങും. ഓക്കെ, സോ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഹൈഡ്രജനും ഹീലിയവും മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഗ്യാസസ്. അപ്പോൾ ഈ ഗ്യാസസ് ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കണ്ടൻസ് ചെയ്തിട്ടാണ് നമ്മളെ ഇപ്പോൾ ഉള്ള ഗാലക്സീസ് ഒക്കെ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. സോ യൂണിവേഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, അത് ഏത് തിയറിയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബിഗ് ബാങ് തിയറി. എന്ത് തിയറിയാണടാ, അത് ബിഗ് ബാങ് തിയറിയാണ് കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, ഒരു സിംഗുലാരിറ്റിക്ക് വലിയൊരു സ്ഫോടനം സംഭവിക്കുന്നു, അതിലൂടെ യൂണിവേഴ്സ് ഉണ്ടാവുന്നു. ആ യൂണിവേഴ്സ് പിന്നീട് എക്സ്പാൻഡ് ചെയ്യുന്നു, ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ഗ്യാസസ് ഉണ്ടാവുന്നു. ഈ ഗ്യാസസ് കണ്ടൻസ് ചെയ്തിട്ട് ഗാലക്സീസ് ഉണ്ടാവുന്നു, സ്റ്റാർസ് ഉണ്ടാവുന്നു അല്ലെ. അതായത് ഇപ്പൊ കാണാവുന്ന നമ്മളെ സ്പേസിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏർത്ത് ഉണ്ടായത് അല്ലെ, നമ്മൾ ഏർത്ത് എപ്പോഴാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഒന്നുമില്ല, 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് നമ്മുടെ ഏർത്ത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഏർത്ത് ഉണ്ടായിട്ടുള്ളത്. സോ ഏർത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് ഏർത്തിൽ ശരിക്കും പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഓക്സിജൻ മോളിക്യൂൾസ് അന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഓക്സിജൻ മോളിക്യൂൾസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതല്ലാതെ ചില ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, അമോണിയ അല്ലെ, പിന്നെ വാട്ടർ വേപ്പർ, ഇങ്ങനെയുള്ള ചില ഗ്യാസസ് മാത്രമേ ഏർത്തിന്റെ സർഫസിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ഈ ഗ്യാസസ് ഒക്കെ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മഴ പെയ്യും അല്ലേ. അപ്പം മഴ പെയ്യുമ്പം നമ്മൾ ഏർത്തിൽ കുറേ ഡിപ്രഷൻസ് ഇല്ലേ, ആ ഡിപ്രഷൻസിലൊക്കെ ഈ വെള്ളം വന്ന് നിറയും. അങ്ങനെയാണ് സമുദ്രവും കടലും ഒക്കെ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഒറിജിൻ ഓഫ് യൂണിവേഴ്സിലും ഒറിജിൻ ഓഫ് ഏർത്തിലും പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫ്. അതായത് ഭൂമിയിൽ എങ്ങനെ ജീവൻ ആദ്യമായിട്ടുണ്ടായി, ജീവന്റെ ഉത്പത്തിയാണ് നമ്മളെ തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആൾക്കാരും പല കാര്യങ്ങളാണ് എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാണ് തിയറി ഓഫ് പാൻസ്പെർമിയ, അല്ലെങ്കിൽ നമുക്കതിനെ കോസ്മോസോയിക് തിയറി എന്ന് പറയാം. അതായത് ഗ്രീക്ക് തിങ്കേഴ്സ് കൊണ്ടുവന്ന തിയറിയാണ് തിയറി ഓഫ് പാൻസ്പെർമിയ അല്ലെങ്കിൽ കോസ്മോസോയിക് തിയറി. ശരിക്കും എടുത്തു പറയുകയാണെങ്കിൽ റിച്ചറാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് കേട്ടോ. ഇപ്പോഴും ആസ്ട്രോണമേഴ്സ് ഒക്കെ വിശ്വസിക്കുന്ന തിയറിയാണ് പാൻസ്പെർമിയ. ഒന്നുമില്ല, അതായത് ലൈഫ് ബിയറിംഗ് സ്പോർസ് അല്ലെ, അല്ലെങ്കിൽ കോസ്മോസോവാസ് ആക്സിഡന്റലി നമ്മളെ ഭൂമിയിൽ എത്തിപ്പെടുന്നു, ഫേവറബിൾ കണ്ടീഷനിൽ അവരിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതാണ് തിയറി ഓഫ് പാൻസ്പെർമിയ പറയുന്നത്. ഓക്കെ, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താ പറയുക പറയുന്നത്, പണ്ട് കാലത്ത്, അതായത് പണ്ടത്തെ ആൻഷ്യന്റ് ഈജിപ്ത് ഉണ്ടാവില്ലേ, അവിടെ ആ സമയത്ത് നമ്മളെ നൈൽ റിവറിന്റെ മണ്ണിൽ നിന്ന് എന്താ പറയുക ഫിഷ്, ഫ്രോഗ്, ക്രോക്കഡൈൽസ് പോലുള്ള പല ഓർഗാനിസംസും ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനിൽ പറയുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ല, നോൺ ലിവിങ് തിങ്സ് ഉണ്ടാവില്ലേ, മണ്ണ്, സ്ട്രോ, വൈക്കോല്, ഇങ്ങനെയുള്ള നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ. നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ലൈഫ് ഉണ്ടായി എന്നല്ലേ പറയുന്നത്, അതായത് നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ലിവിങ് തിങ്സ് ഉണ്ടായി. സോ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം, ബയോജെനിസിസ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതും ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ കൊണ്ടുവന്ന തിയറിയാണ്, അല്ലെങ്കിൽ മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്ന തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. പക്ഷെ ഈ ഒരു തിയറിനെ ആര് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്, ലൂയിസ് പാസ്റ്റർ ഈ ഒരു തിയറിനെ
തെറ്റാണ് എന്ന് എക്സ്പീരിമെന്റിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഇതിനെ നമുക്ക് റിലീജിയസ് തിയറി എന്ന് കൂടി പറയാം. റിലീജിയസ് തിയറി എന്താ? റിലീജിയസ് തിയറി എന്ന് പറയുമ്പം അതായത് ഒന്നുമില്ല, ദൈവമാണ് ജീവജാലങ്ങളെ പടച്ചത്. ആ ജീവജാലങ്ങളെ ദൈവം എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതിനുശേഷം ജീവജാലങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുമില്ല, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാനും പോകുന്നില്ല. അതാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഓക്കെ, ഇത് ഫാദർ സൗറസ് ആണ് ഈ തിയറീനെ പ്രപ്പോസ് ചെയ്തത് കേട്ടോ. ഫാദർ സൗറസ് ആണ് ഈ ഒരു തിയറീനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പം ഈ തിയറീസിന്റെ ഒക്കെ പുറമെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ് പിന്നീട് വന്നത്. അതാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഓക്കെ, എന്താണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ? അതായത് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. ആ ലൈഫ് ഉണ്ടായത് എവിടെയാണ്? അതായത് വാട്ടർ ബോഡീസിലാണ് ആദ്യത്തെ ലൈഫ് ഉണ്ടായത് എന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. ഒന്നുമില്ല, കെമിക്കൽസിൽ നിന്നാണ് ലൈഫ് ഉണ്ടായത്. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ബയോ മോളിക്യൂൾസ് അല്ലെ, ഇതിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഈ തിയറി പറയുന്നത് കേട്ടോ. അപ്പൊ ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ഒപ്പാരനും ഹാൾഡെയിനും ആണ്. സോ നമുക്കിതിനെ ഒപ്പാരൻ ഹാൾഡെയിൻ തിയറി എന്ന് കൂടി വിളിക്കാം. ഓക്കെ, ഒപ്പാരൻ ഹാൾഡെയിൻ തിയറി എന്നുകൂടി നമുക്ക് ഈ ഒരു തിയറിനെ വിളിക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു തിയറി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ പണ്ടത്തെ ഏർത്ത്, അതായത് പ്രിമിറ്റീവ് ഏർത്ത്. അപ്പൊ പ്രിമിറ്റീവ് ഏർത്തില് ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് ഫ്രീ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടായിരുന്നില്ല. ചില ഗ്യാസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, മീത്തേൻ, പിന്നെ വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള ഗ്യാസസ് മാത്രമേ നമ്മളെ പണ്ട് കാലത്തെ ആദിമ ഭൂമിയിൽ അല്ലെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ പണ്ട് കാലത്തെ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ ചുട്ട് പഴുത്ത് നിൽക്കുന്ന ഭൂമിയാണ്. ഹോട്ട് ഡൈല്യൂട്ട് സൂപ്പ് എന്ന് നമുക്ക് ഈ ഭൂമിനെ വിളിക്കാൻ പറ്റും. വളരെ ചൂടുള്ള ഭയങ്കര എന്താ പറയാ ടെമ്പറേച്ചർ ഹൈ ആയി നിൽക്കുന്ന പൊള്ളുന്ന ഭൂമിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഭൂമിയുടെ സർഫസിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, ഈ പറയുന്ന ഗ്യാസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ മെല്ലെ മെല്ലെ ഭൂമിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, അത് മാത്രമല്ല ഈ ഗ്യാസസിന് എനർജി കിട്ടും. എവിടെ നിന്നാണ് ഈ ഗ്യാസസിന് എനർജി കിട്ടുന്നത്? അതായത് UV റേസിൽ നിന്ന്, വോൾക്കാനിക് ഇറപ്ഷൻസിൽ നിന്ന്, പിന്നെ ഇടിമിന്നൽ അല്ലെ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇതിൽ നിന്നൊക്കെ ഈ ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് കിട്ടാൻ തുടങ്ങും? അതായത് എനർജി കിട്ടാൻ തുടങ്ങും. അപ്പൊ വാട്ടർ വേപ്പറിനൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? ഈ എനർജി കിട്ടുന്നുണ്ട് അല്ലെ. സോ വാട്ടർ വേപ്പർ അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യും. വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് ക്ലൗഡ് ഫോം ചെയ്താൽ അവിടെ എന്തുണ്ടാവും? റെയിൻ, മഴയുണ്ടാവും അല്ലേ. ആ മഴയിലൂടെ നമ്മളെ ഭൂമിയിൽ ഓഷ്യൻസ്, സീസ് അങ്ങനെയുള്ള വാട്ടർ ബോഡീസ്, അതായത് കടലും സമുദ്രങ്ങളും ഒക്കെ ഉണ്ടായി. ഇനി ചിലപ്പോൾ അതായത് ഈ കാണുന്ന ഗ്യാസസിന് എനർജി കിട്ടുമ്പോൾ ഇവരെന്തുകൂടി ഫോം ചെയ്യും? അതായത് ഇവര് സിമ്പിൾ ബയോ മോളിക്യൂൾസ് ഫോം ചെയ്യും അല്ലെ. സിമ്പിൾ ബയോ മോളിക്യൂൾസ് ഫോം ചെയ്യും. അതായത് എനർജി കിട്ടുമ്പം വാട്ടർ വേപ്പറിൽ നിന്ന് നമുക്ക് മഴയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കൂടാതെ ബാക്കി ഗ്യാസസിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? സിമ്പിൾ ബയോ മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാ സിമ്പിൾ ബയോ മോളിക്യൂൾസ്? അതായത് അമിനോ ആസിഡ്, മോണോസാക്രൈഡ്സ്, നൈട്രജൻ ബേസ്, ഫാറ്റി ആസിഡ്സ് പോലെയുള്ള ബയോ മോളിക്യൂൾസ് നമുക്കപ്പോൾ ഉണ്ടായി. ഈ ബയോ മോളിക്യൂൾസിനെ മുഴുവനും നമ്മളെ വാട്ടർ എങ്ങോട്ടേക്ക് എത്തിക്കും? അതായത് ഓഷ്യനിലേക്ക് എത്തിക്കും അല്ലെ. ഈ സിമ്പിൾ ബയോമോളിക്യൂൾസ് മുഴുവൻ എങ്ങോട്ടേക്ക് എത്തിയും? ഓഷ്യൻസിലേക്ക് എത്തും. അവിടെ വെച്ച് ഇവർ കമ്പൈൻ ചെയ്യും. അതായത് സിമ്പിൾ ബയോമോളിക്യൂൾസ് കമ്പൈൻ ചെയ്യും. എന്നിട്ട് കോംപ്ലെക്സ് ഓർഗാനിക് ഓർ ബയോമോളിക്യൂൾസ് ആയിട്ട് മാറും. കോംപ്ലെക്സ് ഓർഗാനിക് ഓർ ബയോമോളിക്യൂൾസ് ആയിട്ട് മാറും. എന്താ സംഭവം? അതായത് ഇപ്പൊ അമിനോ ആസിഡുകൾ കുറേ വെള്ളത്തിലെത്തി അല്ലെ. ഈ അമിനോ ആസിഡ് മുഴുവനും വെള്ളത്തിൽ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? പ്രോട്ടീനായിട്ട് മാറും അല്ലെ. പ്രോട്ടീനായിട്ട് മാറും. മോണോസാക്രൈഡുകൾ എന്തുണ്ടാക്കും? പോളിസാക്രൈഡ്സ് ഉണ്ടാക്കും. ഓക്കെ, പോളിസാക്രൈഡ്സ് ഉണ്ടാക്കും. പിന്നെ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും, ലിപ്പിഡ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കോംപ്ലെക്സ് ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ഏതൊരു ലിവിങ് ഓർഗാനിസം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ആ ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നമ്മൾ കാണുന്ന ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഈ പറയുന്ന പ്രോട്ടീനും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അതായത് പോളിസാക്രൈഡ്സ്, ഷുഗേഴ്സും ന്യൂക്ലിയോടൈഡും ലിപ്പിഡും ഒക്കെ അല്ലെ. അപ്പൊ ഇനി ഒരു ലൈഫ് പെട്ടെന്ന് ഒറിജിനേറ്റ് ചെയ്യില്ലേ? ഓക്കെ, സോ ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ന്യൂക്ലിയോടൈഡുകൾ
എന്താ പറയുക ലിങ്ക് ചെയ്താണ് അത് എന്തായിട്ട് മാറുന്നത്, ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ആ ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയറും കൂടിയിട്ട് ന്യൂക്ലിക് ആസിഡും ഒരു ലിപ്പിഡ് ലെയറും കൂടിയിട്ട് നമ്മളെ ഫസ്റ്റത്തെ പ്രോട്ടോസെൽ ഉണ്ടാവും. ഫസ്റ്റത്തെ എന്തുണ്ടാവും, പ്രോട്ടോസെൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റത്തെ പ്രിമിറ്റീവ് സെൽ ഉണ്ടാവും. ഓക്കെ, പ്രിമിറ്റീവ് സെൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഒപ്പാരനും ഹാൾഡെയിനും ഈ ഒരു ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ നോൺ ലിവിങ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു തിയറിനെ എന്തെന്ന് കൂടി വിളിക്കാം, അതായത് ഇറ്റ് ഇസ് എ വേർഷൻ ഓഫ് എബയോജെനസിസ്, അല്ലെ, ഇറ്റ് ഈസ് എ വേർഷൻ ഓഫ് എബയോജെനസിസ് എന്ന് കൂടി നമുക്ക് ഈ ഒരു തിയറിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഏകദേശം 3 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് നോൺ സെല്ലുലാർ ഫോം ഉണ്ടായത്. ആൻഡ് 2000 മില്യൺ ഇയേഴ്സ് മുന്നെയാണ് സെല്ലുലാർ ഫോം നമ്മളെ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, യെസ്, ഇതാണ് ഒപ്പാരൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഒപ്പാരനും ഹാൾഡെയിനും ഈ ഒരു ഹൈപ്പോത്തസിസ് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, എക്സ്പെരിമെന്റൽ പ്രൂഫ് വേണ്ടേ, എന്നാലല്ലേ നമുക്കിതിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒപ്പാരനും ഹാൾഡെയിനും കൊണ്ടുവന്ന തിയറിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊണ്ടുവന്നത് യുറേയും മില്ലറും ആണ്. സോ നമ്മൾ ഇവരുടെ എക്സ്പെരിമെന്റിനെ എന്തെന്ന് വിളിക്കാം, യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇവർ ഈ ഒരു എക്സ്പെരിമെന്റ് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ലബോറട്ടറി സ്കെയിലിൽ പണ്ടത്തെ പ്രിമിറ്റീവ് ഭൂമിയിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻസ് മുഴുവനും ഇവർ കൊണ്ടുവന്നു. ഓക്കെ, അതായത് പണ്ടത്തെ ഭൂമിയുടെ കണ്ടീഷൻ എന്തായിരുന്നു, അത് ഇവർ ഒരു ലാബിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്തത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇവർ എന്താ യൂസ് ചെയ്തത്, അതായത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ അപ്പാരറ്റസ് ആണ് ഇവർ യൂസ് ചെയ്തത്. ഓക്കെ, യെസ്, ഈ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ അപ്പാരറ്റസിൽ ഒരു ഫ്ലാസ്ക് ഉണ്ട്. എന്തുണ്ട്, ഒരു ഫ്ലാസ്ക് ഉണ്ട്. ഓക്കെ, ഒരു ഫ്ലാസ്ക് ഉണ്ട്. ഇതാണ് ആ ഫ്ലാസ്ക്, കണ്ടില്ലേ, ഇതാണ് ആ ഫ്ലാസ്ക്. ഈ ഫ്ലാസ്കിന്റെ ഉള്ളിൽ, അല്ലെ, ഈ ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഇവരെന്ത് ചെയ്തു, പണ്ടത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഗ്യാസസിനെ ഫില്ല് ചെയ്തു. ഏതൊക്കെ ഗ്യാസസാ, അതായത് നമ്മുടെ മീത്തേന്, പിന്നെ വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, അമോണിയ, ഇങ്ങനെയുള്ള ഗ്യാസസിനെയൊക്കെ ഇവർ ഈ ഒരു ഗ്ലാസ് ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഇവരെന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. എന്നിട്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ട് ഇവര് ഇലക്ട്രിക് ചാർജിനെ ഈ ഗ്യാസസിന്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്തു. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് നന്നായിട്ട് എന്ത് ചെയ്തു, ഏകദേശം ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്തു, ഈ ഗ്യാസസിലേക്ക് ഇവരങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്തു. അപ്പൊ ആ സമയത്ത് ആ ഗ്യാസസിനൊക്കെ എന്ത് സംഭവിക്കും, അതായത് കുറെ ചേഞ്ചസ് സംഭവിക്കും, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കും. ഒരു 15 ദിവസം കഴിഞ്ഞ് ഇവർ വന്ന് നോക്കുകയാണ്. ഓക്കെ, ഒരു 15 ഡേയ്സ് കഴിഞ്ഞ് ഇവർ വന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പം കണ്ടൻസേഷൻ ഒക്കെ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, അവിടെ ഒരു വാട്ടർ കിട്ടിയിട്ടുണ്ട്. ആ വാട്ടറിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ആ എന്താ പറയുക, അടിഞ്ഞുകൂടിയ സാധനത്തിന്, അല്ലെ, ആ അടിഞ്ഞുകൂടിയ സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ കോമ്പൗണ്ടിന് ഇവരെടുത്തിട്ട് അനലൈസ് ചെയ്തപ്പോൾ ഇവർക്ക് എന്ത് കിട്ടി, അതായത് അമിനോ ആസിഡിനെ കിട്ടി. എന്തിനെ കിട്ടി, അമിനോ ആസിഡിനെ കിട്ടി, അല്ലെ. അപ്പം ഇപ്പം ശരിയായല്ലോ, അതായത് ഒപ്പാരനും ഹാൾഡെയിനും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഇവർക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ ഒപ്പാരൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ തിയറിനെ പ്രൂവ് ചെയ്തത്, എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് ആരാണ്, യുറേയും മില്ലറും ആണ്. അപ്പൊ യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ പണ്ടത്തെ ഭൂമിയുടെ ടെമ്പറേച്ചർ, പണ്ടത്തെ ഭൂമിയുടെ പ്രഷറും ആ കണ്ടീഷൻസും അവിടെ ഉണ്ടായിരുന്ന ഗ്യാസസും എല്ലാം ഇവരെന്ത് ചെയ്തു, ലാബിൽ ഒരു ഗ്ലാസ് അപ്പാരറ്റസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അതിലൊരു ഗ്ലാസ് ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. ആ ക്ലോസ്ഡ് ഗ്ലാസ് ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഈ ഗ്യാസസ്, അല്ലെ, ഏതൊക്കെ ഗ്യാസസ് ആണെന്ന് ചോദിക്കും, മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ പോലുള്ള ഗ്യാസസ് ഒക്കെ ഇവര് ഫില്ല് ചെയ്തു. എന്നിട്ട് 800 ഡിഗ്രി സെൽഷ്യസിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ട് ഇവര് ഇലക്ട്രിക് ചാർജിനെ സപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞ് വന്ന് ഇവര് ആ കളക്ട് ചെയ്ത കോമ്പൗണ്ടിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ അമിനോ ആസിഡ്സ് ഉണ്ടായിരുന്നു. സോ ആ ഒരു തിയറി പ്രൂവ് ചെയ്യപ്പെട്ടു കേട്ടോ. അതിനുശേഷം കുറേ സയന്റിസ്റ്റുകൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷുഗർ, നൈട്രജൻ ബേസ്, പിഗ്മെന്റ്സ്, ഫാറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രാം അടക്കം വേണം നിങ്ങളിത് പഠിക്കാൻ, കാരണം എക്സാമിന് ഈ കാണുന്ന ഡയഗ്രാം അടക്കമാണ് ചോദിക്കുക കേട്ടോ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആദ്യം ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എബയോജനിക്കലി ആണ്. പിന്നെ ഇവർക്ക് എവല്യൂഷനും കാര്യങ്ങളൊക്കെ ബയോജനിക്കലി നടന്നു. ഓക്കെ, സോ നമുക്ക് ശരിക്കും ഒപ്പാരൻ ഹാൾഡെയിൻ തിയറിനെ ഒരു വേർഷൻ ഓഫ് എബയോജെനസിസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, യെസ്, അപ്പൊ ഇതാണ് നമുക്ക് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫിൽ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒപ്പാരൻ ഹാൾഡെയിൻ തിയറിയും യുറേ മില്ലർ എക്സ്പെരിമെന്റും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്, എവല്യൂഷൻ.
പരിണാമം എന്നാണ് അല്ലേ. അതായത് നമുക്കൊരു കാര്യം അറിയാം, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പല ജീവികളും ഇപ്പം ഈ പ്രസന്റ് ഡേയിൽ ഇല്ല. പക്ഷെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പുതിയ ജീവികളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജീവികൾക്ക് മാറ്റം സംഭവിച്ചിട്ടാണ് അവർ പുതിയ ജീവികളായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതാണ് ശരിക്കും എവല്യൂഷൻ എന്ന് പറയാൻ. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, നമ്മൾ കുരങ്ങന്മാരെ പോലെ ഉണ്ടായിരുന്ന മനുഷ്യരിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായ മനുഷ്യർ പരിണാമത്തിലൂടെ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അല്ലേ. ഇതുപോലെ നമുക്ക് ഓരോ ഓർഗാനിസത്തിനും എവല്യൂഷണറി ഹിസ്റ്ററി പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ എവല്യൂഷൻ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തെളിവുകൾ എന്തൊക്കെയാണ്, എവിഡൻസസ് എന്തൊക്കെയാണ്? അപ്പൊ പല ടൈപ്പ് എവിഡൻസുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് പാലിയന്റോളജിക്കൽ എവിഡൻസസ്. എന്താണ് പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പേപ്പറിലൊക്കെ കാണാറുണ്ട്, പല സ്ഥലത്തുനിന്ന് ഫോസിൽസിനെ കുഴിച്ചെടുത്തു, ഫോസിൽസിനെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഫോസിൽസിന്റെ സ്റ്റഡിയാണ് പാലിയന്റോളജി. അപ്പം നമുക്ക് എന്താ പറയാ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജീവികളുടെയൊക്കെ ഫോസിൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഇപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ, കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, അതായത് പണ്ട് ചത്തടിഞ്ഞു പോയ, അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് എന്താ പറയുക ആയി പോയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഹാർഡ് പാർട്സ് അല്ലെങ്കിൽ ഹാർഡ് റിമെയിൻസ് ഓഫ് ദെയർ ബോഡി അല്ലെ, ഹാർഡ് പാർട്സ് ഓർ ഹാർഡ് റിമെയിൻസ് ഓഫ് ദെയർ ബോഡി, അതാണ് എന്തെന്ന് പറയുന്നത്, ഫോസിൽസ് എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവികളൊക്കെ സെഡിമെന്ററി റോക്സിന്റെ മേലെ എന്തായി പോകും, അവര് ഡെഡായി ഡീക്കേ ആയി പോകും അല്ലെ. അപ്പൊ അവരുടെ ബോഡിയിലത്തെ ഹാർഡ് പാർട്സ്, അതായത് അവരുടെ സ്കെലിട്ടണോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക എന്തെങ്കിലും ഒരു ബോഡി പാർട്ട്, ആ ബോഡി പാർട്ട് ആ സെഡിമെന്ററി റോക്കിൽ ഇങ്ങനെ അവശേഷിക്കും. അത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, നമ്മൾ പല എക്സ്പെരിമെന്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ആർക്കിയോളജിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിനെയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഫോസിൽസ് കിട്ടിയാൽ ആ ഫോസിൽസിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതേതാ ജീവി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ കാർബൺ ഡേറ്റിംഗ് വഴി അല്ലെ, കാർബൺ ഡേറ്റിംഗ് വഴി നമുക്ക് ആ ജീവി ഏത് ജിയോളജിക്കൽ ടൈം പീരീഡിലാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്, ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തത്, അതും നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് അതിന്റെ ഏജും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ മാസ് എക്സ്റ്റെൻഷൻ നടന്നു പോയതൊക്കെ നമ്മൾ ഫോസിൽസിലൂടെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് പാലിയന്റോളജിക്കൽ എവിഡൻസസ്. ഇറ്റ് ഈസ് ദ എവിഡൻസ് ഫ്രം ഫോസിൽസ്. പിന്നെ എംബ്രിയോളജിക്കൽ എവിഡൻസ്. എന്താ എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ, ഈ എംബ്രിയോളജിക്കൽ എവിഡൻസ് പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെക്കലാണ്. ആരാണ്? ഏണസ്റ്റ് ഹെക്കലാണ്. പക്ഷേ ഈ ഒരു എംബ്രിയോളജിക്കൽ എവിഡൻസിനെ കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസപ്രൂവും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എംബ്രിയോളജിക്കൽ എവിഡൻസിന് ഏണസ്റ്റ് ഹെക്കലാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ വേർട്ടിബ്രേറ്റ്സ് ഇല്ലേ, വേർട്ടിബ്രേറ്റ്സ്, ഈ വേർട്ടിബ്രേറ്റ്സിൽ പല ആൾക്കാരുടെയും എംബ്രിയോകൾ നിങ്ങളെടുത്ത് നോക്കുക. അതായത് ചിക്കിന്റെ, ലിസാർഡിന്റെ, ഫിഷിന്റെ, ഫ്രോഗിന്റെ, ഹ്യൂമൻ ബീങ്സിന്റെ, ഇവരുടെയൊക്കെ എംബ്രിയോസ് നിങ്ങളെടുത്ത് നോക്കുക അല്ലെ, ആ കുട്ടിയിലുള്ള ഭ്രൂണം നിങ്ങളെടുത്ത് നോക്കുക. നോക്കുമ്പോൾ ഇതെല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും, ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിതിൽ ഹ്യൂമൻ ബീങ്സിന്റെ എംബ്രിയോ ഏതാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു എംബ്രിയോയുടെ എവിഡൻസ് നമുക്ക് എന്താ തരുന്നത്, ഈ പറയുന്ന എല്ലാ ഓർഗാനിസംസും സെയിം ആൻസെസ്റ്ററിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അത് മാത്രമല്ല, ഇപ്പൊ വേർട്ടിബ്രേറ്റ്സിൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാവില്ലേ, എന്താണ് ഗിൽ സ്ലിറ്റ്സ്, ഈ ഗിൽ സ്ലിറ്റ്സ് ഫിഷസിൽ മാത്രമേ ഫങ്ഷനിങ് ഉള്ളൂ. നമുക്കൊക്കെ അതെന്താണ്, വെസ്റ്റീജിയൽ ഓർഗൻ ആണ് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പൊ ഫ്രോഗിന്റെ കുഞ്ഞാണ് ടാഡ്പോൾ, വാൽമാക്രി. ഈ വാൽമാക്രി വെള്ളത്തിലാണ് ഉണ്ടാവുക, അവർ ബ്രീത്ത് ചെയ്യുന്നത് ഗിൽസിലൂടെയാണ്. അപ്പം അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആംഫീബിയൻസ് ഒക്കെ ഫിഷിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെയാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയാം. ഈ എംബ്രിയോളജിക്കൽ എവിഡൻസിനെ നമുക്ക് എന്തെന്നുകൂടി വിളിക്കാൻ പറ്റും, അതായത് നമ്മളെ ഏണസ്റ്റ് ഹെക്കൽ ഇതിനെ ബയോജനറ്റിക് ലോ അല്ലെങ്കിൽ റീക്യാപിറ്റുലേഷൻ തിയറി എന്നാണ് വിളിച്ചത്. എന്താണ് റീക്യാപിറ്റുലേഷൻ തിയറി എന്നാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. ഇനി അടുത്തത് ബയോകെമിക്കൽ എവിഡൻസ്. ഓക്കെ, ബയോകെമിക്കൽ എവിഡൻസ്. അപ്പൊ ബയോകെമിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. ഒരു ബാക്ടീരിയ എടുത്ത് നോക്കിക്കോ, ചിമ്പാൻസി എടുത്ത് നോക്കിക്കോ, ഹ്യൂമൻ ബീങ്സ് എടുത്ത് നോക്കിക്കോ, ഏത് ഓർഗാനിസം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഈ ഓർഗാനിസംസിന്റെ ഒക്കെ ബോഡിയിൽ ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് സെയിമാ. പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ന്യൂക്ലിക് ആസിഡ്, DNA ഉണ്ട്, DNA ജീൻസ് ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ പലർക്കും ജനറ്റിക് മെറ്റീരിയൽ സെയിം ആണ് അല്ല, അധിക പേർക്കും DNA തന്നെയാണ്. ATP ആണ് സോഴ്സ് ഓഫ് എനർജി അല്ല, ഇതെല്ലാം സെയിമാ. പിന്നെ അമിനോ ആസിഡ്സും സെയിം ആണ്. അപ്പൊ ഇങ്ങനെ
ഈ ഒരു ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഓർഗാനിസംസിലൊക്കെ സെയിം ആണ്. ഇത് കാണിക്കുന്നതും ഇവരെല്ലാവരും ഇവോൾവ് ചെയ്തത് സെയിം ആൻസസ്റ്ററിൽ നിന്നാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ഡി എൻ എയും ചിമ്പാൻസിയുടെ DNA-യും 1.2% മാത്രമേ വ്യത്യാസം കാണിക്കുന്നുള്ളൂ. ഇതാണ് ബയോകെമിക്കൽ എവിഡൻസ്. പിന്നെ എവിഡൻസ് ഫ്രം ബ്രീഡിംഗ്. എന്താ എവിഡൻസ് ഫ്രം ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ട് ഇഷ്ടം പോലെ ഹൈബ്രിഡുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു നാടൻ പട്ടിയും അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ലാബ്രഡോർ പോലെയോ അല്ലെങ്കിൽ അൽസേഷൻ പോലെയുള്ള എന്താ പറയാ പട്ടിയും, അതായത് ഈ ഡോഗ്സ് തമ്മിൽ എന്ത് ചെയ്യും, മേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഒരു ക്രോസ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ക്രോസ് ആണ് അല്ലെ, അതൊരു പുതിയ സ്പീഷി അല്ലേ. ഓക്കെ, അപ്പം ഇതുപോലെ ധാരാളം ബ്രീഡിങ്ങുകളാണ് നമ്മളെ ഏർത്തിൽ നാച്ചുറലി നടക്കുന്നത് എന്നാണ് ഈ ഒരു എവിഡൻസ് ഫ്രം ബ്രീഡിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി 3 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻസ്, ബയോജോഗ്രഫിക്കൽ എവിഡൻസ്. ഓക്കെ, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പല അനിമൽസും അവരുടെ സ്ട്രക്ചേഴ്സിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസുകളും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ സിമിലാരിറ്റിൻ്റെയോ ഡിഫറൻസിൻ്റെയോ ബേസിസിൽ നമുക്ക് എവല്യൂഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് 2 സ്ട്രക്ചേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സും മറ്റൊന്ന് അനലോഗസ് സ്ട്രക്ചേഴ്സും. ഫസ്റ്റ് വൺ ഇസ് ഹോമോലോഗസ് ഓർഗൻസ്. എന്താ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാമൽസിൻ്റെ 4 ലിംബ് എടുക്കുക. ഓക്കെ, മാമൽസിൻ്റെ 4 ലിംബ്. ഓക്കെ, മാമൽസിൻ്റെ 4 ലിംബ് എടുക്കുക. നിങ്ങൾ നോക്കിക്കേ, അതായത് വെയിലിൻ്റെ 4 ലിംബ് എടുത്ത് നോക്കുക. വെയിലിൻ്റെ 4 ലിംബ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ഫ്ലിപ്പറാണ് കേട്ടോ, അതിൻ്റെ ഫ്ലിപ്പേഴ്സാണ്. പിന്നെ ഫ്രോഗിന്റെ മുന്നിലുള്ള 2 കാല് 4 ലിംസ് എടുത്ത് നോക്കുക. ഹോഴ്സിന്റെ 4 ലിംബ് എടുത്ത് നോക്കുക. ലയണിന്റെ 4 ലിംബ് എടുത്ത് നോക്കുക, അതായത് മുന്നത്തെ 2 കാലെടുത്ത് നോക്കുക. ഹ്യൂമൻ ബീങ്സിന്റെ 4 ലിംബ്, അതെന്താ, ഹ്യൂമൻ ബീങ്സിന്റെ 4 ലിംബ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളാണ്. ഓക്കെ, കൈകളാണ്. പിന്നെ ബാറ്റ്. ഓക്കെ, ബാറ്റിന്റെ 4 ലിംസ്, അതായത് ബാറ്റിന്റെ വിങ്സ് എടുത്ത് നോക്കുക. ഇതൊക്കെ എന്താണ്, മാമൽസ് ആണ് അല്ലെ. ഈ മാമൽസിന്റെ ഒക്കെ 4 ലിംബ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക, അതായത് സെയിം ടൈപ്പ് ഓഫ് ബോൺസ് ആണ് കാണാൻ പറ്റുക. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാ, ഇപ്പം ഇവിടെ ഹ്യൂമറസ് ഉണ്ട്, പിന്നെ റേഡിയസ് ഉണ്ട്, അൾനയുണ്ട്, അതേപോലെ തന്നെ കാർപ്പൽസ് ഉണ്ട്, മെറ്റാകാർപ്പൽസ് ഉണ്ട്, ഫെലഞ്ചസ് ഉണ്ട് അല്ലെ. ഇതെല്ലാം ഈ എല്ലാ മാമൽസിന്റെ 4 ലിംസിലും സെയിം ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ, അതായത് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ സെയിം ആണ്. എന്താണ്, സ്ട്രക്ചർ ഒക്കെ സെയിം ആണ്, സ്ട്രക്ചേഴ്സ് സെയിം ആണ്. ഓക്കെ, പക്ഷേ വെയില് ഫ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. ഫ്രോഗ്, ഹോഴ്സ്, ലയൺ ഇവരെല്ലാവരും 4 ലിംബ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നടക്കാനും ഓടാനും തവളയാണെങ്കിൽ ചാടാനും ഒക്കെ വേണ്ടിയിട്ട്. ഹ്യൂമൻ ബീങ്സ് 4 ലിംബ്, നമ്മൾ കൈകൾ യൂസ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബാറ്റ് വിങ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സ്ട്രക്ചർ സെയിം ആണെങ്കിലും ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ് അല്ലെ. ഫംഗ്ഷൻസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ സ്ട്രക്ചറലി സിമിലർ ബട്ട് ഫംഗ്ഷണലി ഡിഫറെന്റ് ഓർഗൻസ് ആർ കോൾഡ് ആസ് ഹോമോലോഗസ് ഓർഗൻസ്. ഇതിനെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതെന്താ കാണിക്കുന്നത്, അതായത് ഈ ഓർഗാനിസംസ് എല്ലാം ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലെ. ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ ഓർഗാനിസംസ്, അതായത് ഇപ്പൊ നമ്മൾ മാമൽസിനെയാണ് എടുത്തത്. അപ്പം ഈ എല്ലാ മാമൽസും ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവർ ഓരോരോ ഹാബിറ്ററ്റിൽ എത്തിപ്പെട്ടപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരെ 4 ലിംബിൽ വന്നു. അതായത് ആ ഹാബിറ്ററ്റിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള മാറ്റങ്ങൾ ആ 4 ലിംബിൽ വന്നു. പക്ഷെ സ്ട്രക്ചറിൽ മാറ്റം വന്നല്ല, ഫംഗ്ഷനിൽ മാറ്റം വന്നു അല്ലേ. യെസ്. സോ ഇത് എന്ത് തരം എവല്യൂഷനാണ്, ഒരു കോമൺ പോയിന്റിൽ നിന്ന് പല ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള എവല്യൂഷൻ ആണല്ലേ. സോ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം, ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാം. ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് നമുക്കിതിനെ വിളിക്കാം. ഓക്കെ, സോ HD എന്ന് ആലോചിച്ചാൽ മതി. ഹോമോലോഗസ് ഓർഗൻസ് എന്താണ്, ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഓക്കെ, സോ 4 ലിംബ് ഓഫ് മാമൽസ്, അതുപോലെ എന്താ പറയാ പ്ലാന്റ്സിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ബൊഗൻവില്ലയുടെ തോണ്. ഓക്കെ, ബൊഗൻവില്ലയുടെ തോൺ എന്ന് പറഞ്ഞാൽ ഡിഫൻസിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കുക്കുർബിറ്റയുടെ ടെൻഡ്രിൽസ് ഇത് എന്തിനു യൂസ് ചെയ്യുന്നതാ, അതായത് ഇവരുടെ ഗ്രോത്തിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. ഓക്കെ, സ്ട്രക്ചർ സെയിം ആണെങ്കിലും ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ് അല്ലെ. തോണ് ഡിഫൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ടെൻഡ്രിൽസ് കുക്കുർബിറ്റ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, ഗ്രോത്തിന് വേണ്ടിയിട്ട്. സോ സ്ട്രക്ചർ സെയിം, ഫംഗ്ഷൻ ഡിഫറെന്റ്. ഓക്കെ, പ്ലാന്റ്സിൽ നിങ്ങൾക്ക് അത് എക്സാമ്പിൾ എഴുതാം. സോ കുറേ എക്സാമ്പിൾസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഒന്ന് 4 ലിംബ് ഓഫ് മാമൽസ് എഴുതാം, പിന്നെ തോൺ ഓഫ് ബൊഗൻവില്ലെ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ എഴുതാം, അല്ലെങ്കിൽ പൊട്ടാറ്റോ ജിഞ്ചർ, റാഡിഷ് ക്യാരറ്റ്, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്തതാണ് അനലോഗി. ഓക്കെ, അനലോഗി നിങ്ങൾ നോക്കിക്കേ,
ബേർഡ്സിന് വിങ്സ് ഉണ്ട്. ബേർഡ്സ് വിങ്സ് പറക്കാൻ യൂസ് ചെയ്യും അല്ലെ. ബട്ടർഫ്ലൈക്ക് എന്തുണ്ട്? വിങ്സ് ഉണ്ട്. ബട്ടർഫ്ലൈ വിങ്സിന് എന്തിനാ യൂസ് ചെയ്യുന്നത്? പറക്കാൻ യൂസ് ചെയ്യും. പിന്നെ ബാറ്റ് ഉണ്ട് അല്ലെ. ബാറ്റ് വിങ്സിന് എന്താ യൂസ് ചെയ്യുന്നത്? ഫ്ലൈ ചെയ്യാൻ, പറക്കാനാണ് യൂസ് ചെയ്യുന്നത്. ബേർഡ്സ് ഉണ്ടായത് എയ്വ്സിന്റെ ആൻസസ്റ്ററിൽ നിന്നാണ്. ബട്ടർഫ്ലൈ ഉണ്ടായത് ആർത്രോപോഡിന്റെ ആൻസസ്റ്ററിൽ നിന്നാണ് അല്ലെ. ആൻഡ് ബാറ്റ് ഉണ്ടായത് മാമൽസിന്റെ ആൻസസ്റ്ററിൽ നിന്നാണ്. അപ്പം ഇവർ 3 പേർക്കും ചിറകുണ്ട്. ചിറക് പറക്കാനാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ 3 പേരുടെയും വിങ്സിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഓക്കെ, വിങ്സിന്റെ സ്ട്രക്ചർ എന്താണ്? ഡിഫറെന്റ് ആണ്. സോ ഫംഗ്ഷൻ സിമിലർ ആണ്, പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് അനലോഗസ് ഓർഗൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരുടെ 3 പേരുടെയും ആൻസസ്റ്റർ ഡിഫറെന്റാ അല്ലെ. ആൻസസ്റ്റർ ഡിഫറെന്റ് ആണ്. ഒരാളുടെ ആൻസസ്റ്റർ എയ്വ്സിന്റെ ആൻസസ്റ്റർ, ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ആർത്രോപോഡ് ആണ് ആൻസസ്റ്റർ, ബാറ്റ് എന്ന് പറയുമ്പോൾ മാമൽസ് ആണ് ആൻസസ്റ്റർ, ബേർഡ്സ് എന്ന് പറയുമ്പോൾ എയ്വ്സ് ആണ് ആൻസസ്റ്റർ അല്ലെ. സോ ആൻസസ്റ്റേഴ്സ് എന്താണ്? ഡിഫറെന്റ് ആണ്. ആൻസസ്റ്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും, അതായത് സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും അല്ലെ, ഇവരുടെ ഫങ്ഷൻസ് എന്താണ്? സെയിം ആണ്. ഫങ്ഷൻസ് എന്താണ്? സെയിം ആണ്. അപ്പം ഇതിനെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുക. സോ ഇവരെല്ലാവരും പല പോയിന്റിൽ നിന്ന് ഒരു കോമൺ പോയിന്റിലേക്ക് എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കൺവേർജ് ആയിട്ടുണ്ട്. സോ നമുക്കിതിനെ കൺവെർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കൺവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാം. അതായത് ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സിൽ നിന്ന് ഒരു കോമൺ പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഡിഫറെന്റ് പോയിന്റ്സിൽ നിന്ന് ഒരു കോമൺ പോയിന്റിലേക്ക് ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഇവോൾവ് ചെയ്തു. ദാറ്റ് ഇസ് കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ, അതായത് വിങ്സ് ഓഫ് ബേർഡ്, ബട്ടർഫ്ലൈ, ബാറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് കൂടാതെ ഐസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഒക്ടോപ്പസ്. ഐസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഒക്ടോപ്പസ്. പിന്നെ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്. പിന്നെ സ്വീറ്റ് പൊട്ടേറ്റോ. സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുമ്പോൾ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. പൊട്ടേറ്റോ എന്ന് പറയുമ്പോൾ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, അതാണ് എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിങ്സ് ഓഫ് ബാറ്റ്, ബേർഡ്, ബട്ടർഫ്ലൈസ് എഴുതാം. പെൽവിക് ഫിൻ ഓഫ് ഫിഷ്, ഫ്ലിപ്പർ ഓഫ് സീൽ എഴുതാം. പൊട്ടേറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോ, ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐസ് ഓഫ് മാമൽസ്, അങ്ങനെയുള്ള പല എക്സാമ്പിൾസ് ഉണ്ട്. സോ കുറച്ചെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് എവിഡൻസസ് ഫ്രം മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ പാർട്സ്. ഓക്കെ, സെറ്റ് ആയല്ലോ. നെക്സ്റ്റ് വൺ ഇസ് എവിഡൻസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻസ്. ഓക്കെ, എന്താ ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ആന്ത്രോപോജനിക് ആക്ഷൻസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2 എക്സാമ്പിൾസിലൂടെയാണ്. ഒന്ന് ഇൻഡസ്ട്രിയൽ മെലാനിസവും മറ്റൊന്ന് ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും. ഫസ്റ്റ് നമുക്ക് ഇൻഡസ്ട്രിയൽ മെലാനിസം നോക്കാം അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ മെലാനിസം നമ്മൾ ചാൾസ് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ, ഡാർവിൻ ആണ് എന്ത് കൊണ്ടുവന്നത്? നാച്ചുറൽ സെലക്ഷൻ തിയറി കൊണ്ടുവന്നത് അല്ലെ. അതിലൂടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഡാർവിൻ അന്ന് എന്താ ഡാർവിൻ പറഞ്ഞേ? അതായത് പോപ്പുലേഷൻ കൂടുതലാണെന്ന് വിചാരിക്കുക, അതായത് ജനസംഖ്യ കൂടുതലാണ്, അല്ലെങ്കിൽ ഓർഗാനിസംസിന്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ ഇവർ നന്നായിട്ട് എന്ത് ചെയ്യും? കോമ്പീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? മെയ്റ്റിന് വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ട്, ഷെൽട്ടറിന് വേണ്ടിയിട്ടൊക്കെ ഇവർ കോമ്പീറ്റ് ചെയ്യും. ഓക്കെ, കോമ്പീറ്റ് ചെയ്യും. യെസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. എന്താണ് വിളിക്കുക? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രഗിളിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഹാബിറ്ററ്റിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറേ വേരിയേഷൻസ് ബോഡിയിൽ നടക്കും. അതായത് ഇവരിൽ കുറേ മാറ്റങ്ങൾ, കുറേ ഫേവറബിൾ വേരിയേഷൻസ് ഇവർക്ക് ഉണ്ടാവുന്നു. ആ ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഓക്കെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പൊ ഫേവറബിൾ വേരിയേഷൻസ് നടന്ന ആൾക്കാരെയാണ് നേച്ചർ എന്ത് ചെയ്തത്? നിലനിൽക്കാൻ സമ്മതിച്ചത്. അതായത് നാച്ചുറൽ സെലക്ഷൻ നടന്നത് ഫേവറബിൾ വേരിയേഷൻസ് നടന്ന ജീവികൾക്ക് മാത്രമാണ്. ഈ ജീവികൾ എന്താണ്? ഈ ജീവികൾ പിന്നെ അവരുടെ ബോഡിയിൽ നടന്ന ആ ഒരു മാറ്റത്തിനെ, അതായത് ഇവർക്ക് ഉണ്ടായ ആ ഫേവറബിൾ ചേഞ്ചിനെ ഇവർ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ഓരോ ജനറേഷനിലേക്ക് ഇത് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ഇത് എന്താകും? പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ആവും. അതായത് ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അല്ലെ. ഇതാണ് നമ്മുടെ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ തിയറിയിലൂടെ പറഞ്ഞത്. ഫേവറബിൾ വേരിയേഷൻസ് നടക്കാത്ത ആൾക്കാരെ നേച്ചർ ഡിസ്ട്രോയ് ചെയ്യും.
അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ യോഗ്യതയില്ല, നിങ്ങൾ എന്താ പറയുക, ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കോളൂ എന്ന് പറയും അല്ലേ. അതാണ് നാച്ചുറൽ സെലക്ഷൻ തിയറിയിലൂടെ ആര് പറഞ്ഞത്? നമ്മളെ ചാൾസ് ഡാർവിൻ പറഞ്ഞത്. ഇതിലൂടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചത് അല്ലേ. അപ്പൊ ഇൻഡസ്ട്രിയൽ മെലാനിസം നമ്മൾ ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്താണ് എക്സ്പെരിമെന്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് പെപ്പേർഡ് മോത്തിനെയാണ്. ഓക്കെ, എന്തിനെയാണ്? പെപ്പേർഡ് മോത്തിനെയാണ്. ഈ പെപ്പേർഡ് മോത്തിനെ നമുക്ക് ബിസ്റ്റൺ ബെട്ടുലേരിയ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ബിസ്റ്റൺ ബെട്ടുലേരിയ. ഓക്കെ, ബിസ്റ്റൺ ബെട്ടുലേരിയ എന്ന് നമുക്ക് ഈ പെപ്പേർഡ് മോത്തിനെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 1850 ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലം സന്ദർശിച്ചു. അപ്പൊ അവിടെ പോയി നോക്കിയപ്പം ഇൻഡസ്ട്രീസ് ഒന്നും വന്നിട്ടില്ല. അതായത് ഇറ്റ് വാസ് എ പീരീഡ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായവൽക്കരണത്തിന് മുന്നേ ഉള്ളൊരു സമയമായിരുന്നു ഈ 1850 എന്ന് പറയുന്നത്. അപ്പൊ അവരവിടെ പോയി നോക്കിയപ്പം വളരെ എന്താ പറയാ, സുന്ദരമായ പ്രദേശം, പ്രകൃതി രമണീയതയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പൊല്യൂഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരവിടെ ശ്രദ്ധിച്ചപ്പം 2 മോത്തുകളെയാണ് ഇവർക്ക് കാണാൻ പറ്റിയത് കേട്ടോ. ഒന്ന് ഡാർക്ക് വിങ്ഡ് മോത്ത് അല്ലെങ്കിൽ മെലനൈസ്ഡ് മോത്ത് എന്ന് നമുക്കിതിനെ വിളിക്കാം. പിന്നെ ഒന്ന് വൈറ്റ് വിങ്ഡ് മോത്ത്. ഓക്കെ, വൈറ്റ് വിങ്ഡ് മോത്ത്. യെസ്, അപ്പൊ ഇവരവിടെ നോക്കുമ്പം പ്ലാന്റിന്റെ ട്രങ്ക്സ്, അതായത് മരത്തിന്റെ തടീന്റെ മേലെയെല്ലാം നന്നായിട്ട് വൈറ്റ് ലൈക്കൻസ് ഉണ്ടായിരുന്നു. കാരണം പൊല്യൂഷൻ ഇല്ല, അപ്പൊ ലൈക്കൻസ് നന്നായിട്ട് വളരും. സോ മരത്തടികളുടെ മേലെ മുഴുവനും വൈറ്റ് ലൈക്കൻസ് ഉണ്ടായിരുന്നു. ഈ വൈറ്റ് ലൈക്കൻസ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ ആര് വന്നിരിക്കും? നമ്മുടെ വൈറ്റ് മോത്തും വന്നിരിക്കും, ഡാർക്ക് മോത്തും വന്നിരിക്കും. അപ്പൊ ഈ മോത്തിനെ പിടിക്കാൻ പ്രിഡേറ്റേഴ്സ് വരുമ്പം അവർക്ക് വൈറ്റിനെ കാണാൻ പറ്റില്ല. കാരണം വൈറ്റ് മോത്ത് എന്ന് പറയുന്നത് ആ വൈറ്റ് ലൈക്കൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലെൻഡ് ആയി പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരെ തിരിച്ചറിയാൻ പറ്റില്ല. ആരെ തിരിച്ചറിയാൻ പറ്റും? ഈ പ്രിഡേറ്റേഴ്സിന് ഡാർക്ക് വിങ്ഡ് മോത്തിനെ തിരിച്ചറിയാൻ പറ്റും, അവരെ കഴിക്കും. സോ ഇവര് ആ ഒരു പീരീഡിൽ, അതായത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, അവിടെ പോയി നോക്കുമ്പോൾ അവിടെ സർവൈവ് ചെയ്തത് വൈറ്റ് വിങ്ഡ് മോത്താണ്. അതായത് നാച്ചുറൽ സെലക്ഷൻ നടന്നത് വൈറ്റ് വിങ്ഡ് മോത്തിനാണ്. ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നത് വൈറ്റ് വിങ്ഡ് മോത്തായിരുന്നു. ഓക്കെ, ഇനി ഏകദേശം ഒരു 70 വർഷത്തിന് ശേഷം, അതായത് 1920 അതേ സ്ഥലത്ത് ഇവർ വീണ്ടും പോയി. അപ്പൊ പോയപ്പോഴേക്കും അവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയത എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം വ്യവസായങ്ങളൊക്കെ നന്നായിട്ട് വന്നിരുന്നു. ദാറ്റ് ഇസ് എ പീരീഡ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, വ്യവസായവൽക്കരണത്തിന് ശേഷം. അപ്പൊ അവരവിടെ പോകുമ്പോൾ ലൈക്കൻസ് ഇല്ല. എന്തുകൊണ്ടാ? ലൈക്കൻസ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണല്ലേ. ലൈക്കൻസ് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ വളരുള്ളൂ. പക്ഷെ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ ഉണ്ട്. പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ലൈക്കൻസ് ഇല്ല. അപ്പം മരത്തടീൻ്റെ മുകളിൽ മുഴുവനും കരി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അതായത് സ്മോക്കും സൂട്ടും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഫുൾ കരി പിടിച്ച് കിടക്കുന്നതായിരുന്നു മരത്തടികളുടെ മേലെയൊക്കെ. ഓക്കെ, സോ ആ സമയത്ത് അവിടെ ഡാർക്ക് വിങ്ഡ് ആൻഡ് വൈറ്റ് വിങ്ഡ് മൂത്ത് വന്നിരിക്കുമ്പോൾ പ്രിഡേറ്റേഴ്സ് ഇവരെ പിടിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പം ഡാർക്ക് വിങ്ഡ് മൂത്തിനെ കാണാൻ പറ്റൂല. കാരണം എന്താ? ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവർ ബ്ലെൻഡ് ആയിപ്പോയി. പക്ഷെ വൈറ്റ് വിങ്ഡ് മൂത്തിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? പ്രിഡേറ്റേഴ്സ് അവരങ്ങ് വന്ന് കൊന്നുകളയും. ഓക്കെ, അപ്പം ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ നാച്ചുറൽ സെലക്ഷൻ നടന്നത് ഡാർക്ക് വിങ്ഡ് മൂത്തിനാണ്. ഓക്കെ, ആർക്കാണ്? ഡാർക്ക് വിങ്ഡ് മൂത്തിനാണ്. ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ, അത് നാച്ചുറൽ സെലക്ഷൻ തിയറി ഓഫ് ചാൾസ് ഡാർവിൻ വഴി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ചാൾസ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിനെ ഉള്ള ആ ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഈ ഒബ്സർവേഷൻസ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്തതാണ് ഡ്രഗ് റെസിസ്റ്റൻസ്. എന്താ ഡ്രഗ് റെസിസ്റ്റൻസ്? അല്ലെങ്കിൽ ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്നു, ന്യൂമോണിയ വന്നു. ഓക്കെ, അപ്പം നമ്മളെ ബോഡിയിൽ നിറയെ എന്തുണ്ടാകും? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ബാക്ടീരിയ നിറയെ ഉണ്ടാവും. ഇവരെ നശിപ്പിക്കാൻ നമ്മൾ ആന്റിബയോട്ടിക്സ് കുടിക്കും അല്ലെ. എന്ത് കുടിക്കും? ആന്റിബയോട്ടിക്സ് കുടിക്കും. അപ്പം അതിൽ 1-2 എണ്ണം മാത്രമേ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ളത് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ എത്ര മരുന്ന് കുടിച്ചാലും നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ 1-2 എന്താ പറയുക ബാക്ടീരിയകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവരിങ്ങനെ എന്ത് ചെയ്യും?
റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, റീപ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അവർ കുറേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയനെ ഉണ്ടാക്കും. അതായത് നമ്മൾ ഇനി എത്ര നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കുടിച്ചാലും അവരെ നശിപ്പിക്കാൻ പറ്റില്ല. ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളോട് പറയല്ലോ, അതായത് ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് എഴുതി തരുമ്പോൾ പറയും 5 ദിവസമേ കുടിക്കാൻ പാടൂ, 3 ദിവസമേ കുടിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 10 ദിവസമേ കുടിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം എന്താ, അതാണ് ആ ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ്റെ കോഴ്സ് പീരീഡ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാലങ്ങളോളം ആൻറ്റിബയോട്ടിക്സ് കുടിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മളെ ശരീരത്തിലേക്ക് കയറിയ ആ പാത്തജന്, ആ ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക്കിന് എതിരെയുള്ള റെസിസ്റ്റൻസ് കിട്ടും. അത് നമ്മൾ എത്ര ആൻറ്റിബയോട്ടിക് കുടിച്ചാലും അവരെ നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പം അവരെന്താ ചെയ്യുക, ഈ ഇമ്മ്യൂണിറ്റി ഉള്ള ബാക്ടീരിയകളെ എന്ത് ചെയ്യും, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലെ, പെറ്റ് പെരുകും. സോ ദാറ്റ് ഈസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇത് തന്നെയാണ് നമ്മൾ DDTയിൽ പറയുക. ഓക്കെ, DDT അതായത് നമ്മൾ DDT ആവശ്യത്തിലധികം ഉപയോഗിക്കുകയാണെങ്കിൽ ആ DDT പിന്നീട് ഉപയോഗിച്ചാൽ നമുക്ക് ഉപകാരമില്ലാത്ത രീതിയിലേക്ക് അത് മാറും കേട്ടോ. ഓക്കെ, യെസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ DDT യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു DDTക്ക് എതിരെ നിലനിൽക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് എവിഡൻസസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻസ്. ഇൻഡസ്ട്രിയൽ മെലാനിസവും ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ് ആൻഡ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും. Next one is biogeographical evidences. Very important, very important ആണ് കേട്ടോ. ഓക്കെ, ബയോജോഗ്രഫിക്കൽ എവിഡൻസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു കഥ പറയാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ. യെസ്, നമ്മൾ ചാൾസ് ഡാർവിൻ ഉണ്ടാവില്ലേ, ചാൾസ് ഡാർവിൻ കൊണ്ടുവന്നതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ തിയറി. യെസ്, അപ്പം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ കോസ്റ്റൽ ഏരിയാസിന്റെ മാപ്പ് ഉണ്ടാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച ഗ്രൂപ്പിന്റെ കൂടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, അതായത് ഒരു യാത്ര നടത്തുകയാണ്. അപ്പൊ ഇദ്ദേഹം HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് യാത്ര നടത്തുന്നത്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ഗാലപാഗോസ് ദ്വീപുകളിൽ എത്തിപ്പെട്ടു, ഗാലപാഗോസ് ഐലൻഡിൽ എത്തിപ്പെട്ടു. അപ്പൊ ഗാലപാഗോസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22 ഐലൻഡുകൾ കൂട്ടിച്ചേർന്നിട്ട് ഉണ്ടായതാണ് ഗാലപാഗോസ് ഐലൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം അവിടെ പോയിട്ട് ഇദ്ദേഹം ഒരു പക്ഷീനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതാണ് ഫിഞ്ചസ്. നമുക്കതിനെ ഡാർവിൻ ഫിഞ്ചസ് എന്ന് വിളിക്കാം. അതായത് കുരുവികളാണ്. അപ്പൊ ഇവർ എല്ലാവരും അവിടെ കോസ്റ്റൽ ഏരിയാസിന്റെ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അതിൽ നമ്മളെ ഡാർവിൻ മാത്രം സയൻസിൽ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് വേറെ എന്തിലേക്കോ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ അങ്ങ് മാറിയിട്ടുണ്ട് അല്ലെ. അതായത് ഇദ്ദേഹം നോക്കുമ്പോൾ അവിടെ കുരുവികളുണ്ട്. പക്ഷെ ഈ കുരുവികള് ആ ഒരു ഐലൻഡിന്റെ പല ഭാഗത്ത് പോയപ്പോഴും ഇദ്ദേഹത്തിന് കാണാൻ പറ്റി. അതായത് ഈ കുരുവികളെ ഇദ്ദേഹത്തിന് ആ ഐലൻഡിന്റെ പല ഭാഗത്ത് പോയപ്പോഴും കാണാൻ പറ്റി. പക്ഷെ ഇദ്ദേഹം നോക്കുമ്പോൾ ഈ കുരുവികളുടെ കളറ്, സൈസ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, അതായത് കാണാനെല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ വ്യത്യാസമാണ് ഈ കുരുവികൾക്കുള്ളത് അല്ലെ. എന്താ വ്യത്യാസം? ബീക്കില് വ്യത്യാസം. അതായത് ഈ ഐലൻഡിന്റെ തന്നെ പല 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 സ്ഥലങ്ങളിൽ പല ഏരിയാസിൽ ഇദ്ദേഹം പോയി നോക്കുമ്പോൾ അവിടെ എല്ലാം ഇതേ കുരുവികളുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ബീക്കിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ വ്യത്യാസം ബീക്കിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ഫുഡിനനുസരിച്ച്, അവരുടെ ഫീഡിങ് ഹാബിറ്റ് അനുസരിച്ചാണ് എന്ത് മാറ്റം വന്നിട്ടുള്ളത്? ഇവരുടെ ബീക്കിൽ മാറ്റം വന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി ഇദ്ദേഹം പഠിക്കുന്നത്. ഓക്കെ, യെസ്. സോ ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഫിനോമിനൻ അവസ്ഥയല്ലേ, ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ അതായത് ഒരു ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ, ഈ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് പല പല സ്പീഷീസ് എന്ത് ചെയ്യും? പല ഹാബിറ്ററ്റിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, റേഡിയേറ്റ് ചെയ്ത് പോകും. അതായത് ഒരു ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ, ആ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു കോമൺ പോയിന്റ് നമുക്ക് പറയാം. കണ്ടില്ലേ, ഇതൊരു കോമൺ പോയിന്റ് ആണ്. ഈ ഒരു കോമൺ പോയിന്റിൽ നിന്ന് അതേ ജോഗ്രഫിക്കൽ ഏരിയയുടെ പല ഭാഗങ്ങളിലേക്ക്, പല ഏരിയാസ്, പല റീജിയൻസിലേക്ക് എന്ത് ചെയ്യും? ഓർഗാനിസംസ് എന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകും. അവരെവിടെയാണോ എത്തിപ്പെട്ടത് ആ ഏരിയനോട് അഡാപ്റ്റ് ചെയ്യാൻ, അവിടെ സർവൈവ് ചെയ്യാൻ ഉള്ള മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവുന്നു. ഫേവറബിൾ വേരിയേഷൻസ് അല്ലെങ്കിൽ ഫേവറബിൾ ചേഞ്ചസ് അവർക്ക് ഉണ്ടാവുന്നു. അങ്ങനെ അവിടെ എന്താവുന്നു? പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു, പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, സെറ്റായോ? ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ കേട്ടോ. അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.
കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ജോഗ്രഫിക്കൽ ഏരിയയുടെ പല റീജിയൻസിലേക്കും എന്ത് ചെയ്യും, റേഡിയേറ്റ് ചെയ്യും. ആ റേഡിയേറ്റ് ചെയ്ത് ആ ഓർഗാനിസംസ് എവിടെയാണോ എത്തിപ്പെടുന്നത് ആ സ്ഥലത്തിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഫേവറബിൾ വേരിയേഷൻസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആദ്യം ഒരു കോമൺ ആൻസസ്റ്റർ ഫിഞ്ച് ഉണ്ടായിരുന്നു അല്ലേ, ആദ്യം എന്തുണ്ടായിരുന്നു, ഒരു കോമൺ ആൻസസ്റ്റർ ഫിഞ്ച് ഉണ്ടായിരുന്നു. ഈ കോമൺ ആൻസസ്റ്റർ ഫിഞ്ചസിന് ഫുഡ് കിട്ടാതെയായി. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ ഒരു ഗാലപ്പാഗോസ് ദ്വീപിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇവർ സഞ്ചരിക്കാൻ തുടങ്ങി അല്ലെ, പല ഭാഗങ്ങളിലേക്ക് ഇവർ ഫുഡിന് വേണ്ടിയിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ അവരവിടെ എത്തിപ്പെട്ടപ്പോൾ അവർക്ക് അവിടെ എന്ത് ഫുഡാണ് ഉള്ളത്, ചിലപ്പം എന്താ പറയുക മരം കൊത്തിയിട്ടായിരിക്കും ഫുഡ് കഴിക്കുക, ചില ആൾക്കാർക്ക് എന്താ പറയുക സീഡ്സ് ആയിരിക്കും കിട്ടുന്നത്, ചില ആൾക്കാർ കാക്ടസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അവിടെ എന്താണോ ഫുഡ് ഉള്ളത് ആ ഫീഡിങ് ഹാബിറ്ററ്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റം അവരെ ബീക്കിലുണ്ടായി. അങ്ങനെ അവർ പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയാം കേട്ടോ. ദിസ് ഇസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ശരിക്കും പറഞ്ഞ ഒരു ആൻസസ്റ്റർ ഫിഞ്ച് ഉണ്ടായിരുന്നു. ആ ആൻസസ്റ്റർ ഫിഞ്ചിൽ നിന്ന് കുറേ ഫിഞ്ചസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ, അതായത് പുതിയ കുറേ സ്പീഷീസ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇൻസെക്ട്സിനെ കഴിക്കുന്ന ഇൻസെക്ടിവോറസ് ഫിഞ്ച്, കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ച്, സ്മോൾ ആൻഡ് ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച്, ട്രീ ഫിഞ്ച്, മീഡിയം സൈസ്ഡ് ട്രീ ഫിഞ്ച്, വുഡ് പെക്കർ ഫിഞ്ച്, ഇങ്ങനെ പല ടൈപ്പ് ബീക്കുകളുള്ള ഫിഞ്ചസ് ആ ഗാലപ്പാഗോസ് ഐലൻഡിന്റെ പല ഏരിയാസിൽ ഡാർവിന് കാണാനായിട്ട് പറ്റി. ഓക്കെ, സെറ്റായല്ലോ? യെസ്, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ബയോ ജോഗ്രഫിക്കൽ എവിഡൻസിൽ വരുന്നത് കേട്ടോ. ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് മാർസൂപ്പിയൽ റേഡിയേഷൻ. എന്താണടാ മാർസൂപ്പിയൽ റേഡിയേഷൻ? ഓക്കെ, അതായത് നമ്മൾ ഓസ്ട്രേലിയ ഉണ്ടാവില്ലേ, ഓസ്ട്രേലിയയിൽ എന്തുണ്ട്, മാർസൂപ്പിയൽസ് ഉണ്ട് അല്ലേ. അപ്പൊ മാർസൂപ്പിയൽസിന് എന്തുണ്ടായിരുന്നു, ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ കോമൺ ആൻസസ്റ്റേഴ്സ് എന്താ പറയാ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, അതായത് ഫുഡോ ഷെൽട്ടറോ മേറ്റോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവർ ഓസ്ട്രേലിയയുടെ തന്നെ പല ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്തു. അവരേത് ഭാഗത്താണോ എത്തിപ്പെട്ടത് ആ ഭാഗത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ, അവിടെ സർവൈവ് ചെയ്യാനുള്ള മാറ്റങ്ങൾ ഇവരിലുണ്ടായി, ഫേവറബിൾ വേരിയേഷൻസ് ഇവരിലുണ്ടായി. അതായത് നേച്ചർ അവരെ ആ രീതിയിലാണ് സെലക്ട് ചെയ്തത് അല്ലേ. സോ ആ മാറ്റങ്ങൾ അങ്ങനെ അവിടെ മാറ്റങ്ങൾ അവരിൽ ഉണ്ടായി. സോ ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടായതിനു ശേഷം ഈ വേരിയേഷൻസ് ചേഞ്ചസിന് ഇവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് ഇവർ പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്തു. അങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ പല ടൈപ്പ് മാർസൂപ്പിയൽസ് ഉണ്ടായിട്ടുള്ളത്. ടാസ്മാനിയൻ വുൾഫ്, ടൈഗർ കാറ്റ്, ബാൻറ്റഡ് ആൻറ്റേറ്റർ, മാർസൂപ്പിയൽ റെഡ്, കങ്കാരു, വോംബാറ്റ്, ബാൻഡിക്കൂട്ട്, കോള, മാർസൂപ്പിയൽ മോൾ, ഷുഗർ ഗ്ലൈഡർ പോലെയുള്ള ഡിഫറെൻറ്റ് സ്പീഷീസ് ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും ഉണ്ടായി. ഇതാണ് മാർസൂപ്പിയൽ റേഡിയേഷൻ, അതായത് ഓസ്ട്രേലിയയിലെ മാർസൂപ്പിയൽസിന് നടന്നിട്ടുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, ഓസ്ട്രേലിയയിലെ മാർസൂപ്പിയൽസിന് മാത്രമല്ല അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നത്, അവിടെയുള്ള പ്ലാസെന്റൽ മാമൽസിനും അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നിട്ടുണ്ട്. അതായത് പ്ലാസെന്റൽ മാമൽസിൽ മോൾ ഉണ്ടായാൽ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിൽ മാർസൂപ്പിയൽ മോൾ ഉണ്ടായി. പ്ലാസെന്റൽ മാമൽസിൽ ആൻറ്റീറ്ററും മൗസൊക്കെ ഉണ്ടായപ്പോൾ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിലും ഇതുപോലെ തന്നെ നംബാറ്റ്, അതായത് ആൻറ്റീറ്ററും മാർസൂപ്പിയൽ മൗസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ ഏരിയയിൽ, സെയിം ഏരിയയിൽ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കൺവെർജന്റ് എവല്യൂഷൻ. ഇതാണ് കൺവെർജന്റ് എവല്യൂഷൻ. ഓക്കെ, കൺവെർജന്റ് എവല്യൂഷൻ, ദിസ് ഇസ് കൺവെർജന്റ് എവല്യൂഷൻ. കാരണം എന്തുകൊണ്ടായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പോയിന്റിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്തതാ. ഇത് ശരിക്കും ഡൈവർജന്റ് എവല്യൂഷൻ ആണ് അല്ലേ, ഇതൊരു തരത്തിലുള്ള ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. പക്ഷെ ഒരേ സ്ഥലത്ത് രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നാൽ അതെന്താണ്, കൺവെർജന്റ് എവല്യൂഷൻ ആണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസെന്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും. ഓക്കെ, ഇത്രയും നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ, അതായത് ബയോ ജോഗ്രഫിക്കൽ എവിഡൻസിൽ പഠിക്കാനുള്ളൂ. സോ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് തിയറീസ് ഓൺ എവല്യൂഷൻ. സോ 4 തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ഈ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി കൊണ്ടുവന്നത് നമ്മുടെ ലമാർക്കാണ്. ഓക്കെ, പിന്നെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അത് ഡാർവിൻ കൊണ്ടുവന്നു. മ്യൂട്ടേഷൻ തിയറി ഹ്യൂഗോ ഡീവറസ്, ഹാർഡി വെയിൻബർഗ് തിയറി. അപ്പൊ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ഓക്കെ, അത് ലമാർക്കാണ് കൊണ്ടുവന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അവയവം കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ആ അവയവം എന്ത് ചെയ്യും, ആ ഓർഗൻ ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മൾ യൂസ് ചെയ്യാതെ വിടുകയാണെങ്കിൽ ആ ഓർഗൻ നമ്മളെ ബോഡിയിൽ നിന്ന് എന്തായിപ്പോവും, ഡീജനറേറ്റ് ആയിപ്പോവും, നഷ്ടപ്പെടും. ഇതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ലമാർക്ക് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ജിറാഫ്. ജിറാഫിന്റെ കഴുത്ത് ഇങ്ങനെ നീണ്ടു പോയത്
ആ ജിറാഫ് കഴുത്തുകൾ ഉപയോഗിച്ച് മേലെയുള്ള ഇലകളെയൊക്കെ പറിച്ചു തിന്നാൻ തുടങ്ങിയത് കൊണ്ട്, അത് കടിച്ചു തിന്നാൻ തുടങ്ങിയത് കൊണ്ടാണെന്നാണ്, പറിക്കാൻ പറ്റില്ലല്ലോ, കയ്യില്ലല്ലോ അല്ലെ, കടിച്ചു തിന്നാൻ തുടങ്ങിയത് കൊണ്ടാണെന്നാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത് കേട്ടോ. അതേപോലെ പാമ്പുകൾക്ക് പണ്ട് കാലുകൾ ഉണ്ടായിരുന്നു, ലിംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലിംബ് അവർ യൂസ് ചെയ്യാതെ അവർ എഴഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ലിംബുകൾക്ക് ഉപയോഗമില്ലാഞ്ഞത് കൊണ്ട് ലിംബുകൾ എന്തായി പോയി? കാണാതെയായി ഈ പാമ്പുകളിൽ എന്നാണ് ഇദ്ദേഹം യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസിൽ പറഞ്ഞത്. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ്. എന്താ ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ്? ഇപ്പൊ നമ്മുടെ ലൈഫ് ടൈമിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം അതിന്റെ ജീവിതത്തിന്റെ സമയത്ത് ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ക്യാരക്ടറിനെ നേടിയെടുത്തു, പുതിയ ക്യാരക്ടറിനെ എക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ അടുത്ത തലമുറയിലേക്ക് പാസ്സാവും എന്നാണ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് കൊണ്ട് ലാമാർക്ക് പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോയിട്ട് നമുക്ക് മസിൽ ഉണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് ജനിക്കുന്ന കുട്ടിക്ക് മസിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇതാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല അല്ലേ. ബട്ട് സ്റ്റിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ഇസ് ഗിവൺ ബൈ ലാമാർക്ക്. അടുത്തത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ടുവന്നത് ആരായിരിക്കും എടാ? അതായത് നമ്മളെ ചാൾസ് ഡാർവിൻ ആണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ടുവന്നത് അല്ലേ. ഓക്കെ, സോ ഇദ്ദേഹമാണ് ശരിക്കും എവല്യൂഷണറി ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിൽ ഇദ്ദേഹം ഗാലപ്പാഗോസ് ദ്വീപുകളിലേക്കൊക്കെ യാത്ര നടത്തിയിട്ടാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി കൊണ്ടുവന്നത്. പഠനം ഡാർവിൻ ഫിഞ്ചസിലൊക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഡാർവിന്റെ തിയറിയിലെ 2 കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രാഞ്ചിങ് ഡിസെന്റും മറ്റൊന്ന് നാച്ചുറൽ സെലക്ഷനും. എന്താണ് ബ്രാഞ്ചിങ് ഡിസെന്റും നാച്ചുറൽ സെലക്ഷനും? എന്താ ബ്രാഞ്ചിങ് ഡിസെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള എല്ലാ ഓർഗാനിസംസും പണ്ടുണ്ടായിരുന്ന കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഇവോൾവ് ആയി വന്നതാണെന്നാണ് പറയുന്നത്. അതായത് പണ്ട് കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു, അവർക്ക് എവല്യൂഷൻ സംഭവിച്ചാണ് ഇപ്പോൾ ഉള്ള ഓർഗാനിസംസ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിന് അഡാപ്റ്റീവ്, നോൺ അഡാപ്റ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടായി. ഓക്കെ, യെസ്, നോൺ അഡാപ്റ്റീവ് ആയിട്ടുള്ളതൊക്കെ എന്തായിപ്പോയി? അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അഡാപ്റ്റീവിൽ നിന്ന് വീണ്ടും എന്തുണ്ടാവും? അഡാപ്റ്റീവ്, നോൺ അഡാപ്റ്റീവ് ഉണ്ടാവും അല്ലേ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാണ് ഇപ്പോൾ ഉള്ള ഓർഗാനിസംസ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഓർഗാനിസംസ് എല്ലാം ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഇവോൾവ് ആയി വന്നതാണ്. ദാറ്റ് ഇസ് ബ്രാഞ്ചിങ് ഡിസെന്റ്. ഓക്കെ, ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ. അടുത്തതാണ് മ്യൂട്ടേഷൻ തിയറി. അപ്പൊ മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഹ്യൂഗോ ഡീവ്രിസ് ആണ്. ഇദ്ദേഹം ഈവനിങ് പ്രൈം റോസിലാണ് എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സോൾട്ടേഷൻ. എന്താ സോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഡാർവിന്റെ തിയറിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് കേട്ടോ. ഇദ്ദേഹം പറഞ്ഞു സോൾട്ടേഷൻ, അതായത് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ആണ് എവല്യൂഷന് കാരണമെന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് ഉണ്ടാവുന്ന വലിയ മ്യൂട്ടേഷൻ ആണ് എന്തിന് കാരണമെന്ന് പറഞ്ഞു? എവല്യൂഷന് കാരണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ തിയറിയിലൂടെ പറഞ്ഞു. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി ഡാർവിൻ പറഞ്ഞതുപോലെ മൈനർ വേരിയേഷൻസ് ആയിരിക്കില്ല ഇതെന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ആണ്. സോ മേജർ വേരിയേഷൻസ് ആണ് ഉണ്ടാവുക. അത് മാത്രമല്ല മ്യൂട്ടേഷൻ നടക്കുന്നത് റാൻഡം ആയിരിക്കും, ഡയറക്ഷൻലെസ് ആയിരിക്കും. ഡാർവിൻ പറഞ്ഞത് എന്താ? എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആണ്, അത് ഡയറക്ഷണൽ ആണെന്നാണ്. പക്ഷേ മ്യൂട്ടേഷൻ വഴിയാണ് എവല്യൂഷൻ നടക്കുക എന്നാണ് ആര് പറഞ്ഞത്? ഹ്യൂഗോ ഡീവ്രിസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതായത് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയുന്നത് റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ് ആണ്. ഓക്കെ, അപ്പൊ സോൾട്ടേഷൻ എന്ന് കേട്ട അപ്പം മനസ്സിലാക്കിക്കോളാം, അത് ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ തിയറിയിൽ പറഞ്ഞ കാര്യമാണ്. സോൾട്ടേഷൻ എന്താണ്? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. അപ്പൊ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്തായാലും മെന്റലിന്റെ എക്സ്പെരിമെന്റുകളൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിലുള്ള 2 ട്രേറ്റ്, അതായത് ടോളും ഡ്വാർഫും എടുക്കുകയാണ്. ഓക്കെ, ക്യാപിറ്റൽ ടി ഇത് ടോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സ്മോൾ ടി ഇത് ഡ്വാർഫിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് അത് ഡൊമിനന്റ് എല്ലിയിലാണ്. സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് എല്ലിയിലാണ്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡൊമിനന്റ് എല്ലിയിലാണ്. അതിന്റെ ഫ്രീക്വൻസി ഞാൻ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യും? പി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ആൻഡ് സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് എല്ലിനാണ്. അതിന്റെ ഫ്രീക്വൻസി ഞാൻ ക്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? p² ആയിരിക്കും അല്ലെ. അതായത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡൊമിനന്റ്. സ്മോൾ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? q² ആയിരിക്കും. അതായത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസസീവ്.
പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് പി ക്യൂ ആയിരിക്കും. ഇതെന്താ സംഭവം, അതായത് ഇറ്റ് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ഡോമിനന്റ്. ഓക്കെ, ഈ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. പി എ ക്യൂ, പി സ്ക്വയർ, ക്യൂ സ്ക്വയർ, പി ക്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സാമ്പിളിലേക്ക് വരാം. അതായത് ഫസ്റ്റ് ഒരു ജനറേഷൻ ഉണ്ടായി. ഈ ജനറേഷനിൽ 100 ആൾക്കാരുണ്ടായി. അതിൽ 60 പേര് ടോളാണ്, 40 പേര് ഡ്വാർഫാണ്. 60 പേര് ടോളും 40 പേര് ഡ്വാർഫും. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 60:40, അതായത് 3:2 വരും. ഓക്കെ, ഇവർ റീപ്രൊഡ്യൂസ് ചെയ്തു, ഇവർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി റീപ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഒരു പോപ്പുലേഷൻ ആണ്. ഈ പോപ്പുലേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ 200 കുട്ടികൾ ഉണ്ടായെന്ന് വിചാരിക്കാം. അതിൽ 120 പേര് ടോളാണ്, 80 പേര് ഷോർട്ട് അല്ലെങ്കിൽ ഡ്വാർഫാണ്. സോ ഇവിടെയും റേഷ്യോ എന്താ വരിക, 3:2 ആണ് വരിക. കണ്ടില്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ജീൻ പൂൾ എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ്. അതൊരു പോപ്പുലേഷൻ്റെ കോൺസ്റ്റന്റ് ആയിരിക്കും ആൻഡ് ഇസ് ഈക്വൽ ടു 1. അതാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ പൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു പോപ്പുലേഷൻ ഇനി എത്ര ജനറേഷൻ മുന്നോട്ടേക്ക് ഉണ്ടാക്കിയാലും, അതായത് ആദ്യം ഒരു പോപ്പുലേഷൻ ഇവരൊരു ജനറേഷനെ ഉണ്ടാക്കി, പിന്നെ അവരൊരു ജനറേഷനെ ഉണ്ടാക്കി, പിന്നെ അവരൊരു ജനറേഷനെ ഉണ്ടാക്കി, ഇങ്ങനെ എത്ര ജനറേഷൻ മുന്നോട്ടേക്ക് പോയാലും ഇവരുടെ എല്ലാവരുടെയും എലീലിക് ഫ്രീക്വൻസി, ജീൻ പൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റേബിൾ, കോൺസ്റ്റന്റ് ആൻഡ് ഓൾസോ ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, എലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ഇസ് സ്റ്റേബിൾ ആൻഡ് ഇസ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഫസ്റ്റത്തെ പോപ്പുലേഷന്റെ എലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ പൂൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക കേട്ടോ. സോ ഫസ്റ്റത്തെ പോപ്പുലേഷന്റെ എലീലിക് ഫ്രീക്വൻസി 50 ആണെങ്കിൽ രണ്ടാമത്തതും 50 ആയിരിക്കും, മൂന്നാമത്തെ പോപ്പുലേഷൻ്റെതും 50 ആയിരിക്കും, അവരുണ്ടാക്കുന്ന 4ാമത്തെ ജനറേഷൻ്റെതും 50 ആയിരിക്കും. അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് പറയുന്നത് കേട്ടോ. സോ ജീൻ പൂളും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഈ ഒരു കോൺസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് ഇക്വിലിബ്രിയം. എല്ലാ എലീലിക് ഫ്രീക്വൻസിയും കൂടി നിങ്ങൾ എന്താ പറയുക ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പിയും ക്യൂ എടുത്തില്ലേ, അതായത് പി പ്ലസ് ക്യൂ, അതായത് അലീലിക് ഫ്രീക്വൻസികളെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ദ സം ഓഫ് അലീലിക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. നോക്കിക്കണം മക്കളെ, ഇതെങ്ങനെ മനസ്സിലാക്കാം. പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 അല്ലേ? അതായത് 60/100 പ്ലസ് 40/100 ഇസ് ഈക്വൽ ടു 1. അതായത് 1 ഇസ് ഈക്വൽ ടു 1. ഇനി പി സ്ക്വയർ ആണെങ്കിലോ, പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. പി സ്ക്വയർ എന്തായിരുന്നു, അതായത് ഹോമോസൈഗസ് ഡൊമിനന്റ്, അതിൻ്റെ എന്താ പറയുക ഫ്രീക്വൻസി, ഇത് ഹോമോസൈഗസ് റെസസീവിൻ്റെ ഫ്രീക്വൻസി, ഇത് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കേ, എന്താ 0.6 സ്ക്വയർ പ്ലസ് 2 × 0.6 × 0.4 പ്ലസ് 0.4 സ്ക്വയർ, ഇതും ഈക്വൽ ടു 1 തന്നെയാണ്, അതായത് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഈ ഒരു എലീലിക് ഫ്രീക്വൻസിനെ നമുക്ക് ചില ഫാക്ടേഴ്സ് വെച്ചിട്ട് തെറ്റിക്കാൻ പറ്റും. അതായത് ഈ ഒരു എലീലിക് ഫ്രീക്വൻസി മാറണമെങ്കിൽ ചില ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കണം, അതിൻ്റെ കൂടെ ഈ 2 ഫോർമുലാസും പഠിക്കണം. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ, പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഈ 5 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, 5 ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങളോട് എന്തിനു പറയും, അതായത് നിങ്ങളോട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാനായിട്ട് പറയൂ കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നോക്കിക്കേ, ഇതൊരു പോപ്പുലേഷനാണ്. ഇത് പോപ്പുലേഷൻ എ ആണെന്ന് വിചാരിക്കുക, ഇത് പോപ്പുലേഷൻ ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ചില ആൾക്കാർ എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു, അതായത് ബി എന്ന് പറയുന്ന പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതായത് ഫസ്റ്റത്തെ പോപ്പുലേഷനിൽ നമുക്ക് മൊത്തം 10 പേരുണ്ടായെന്ന് വിചാരിക്കുക, അതായത് എയിൽ മൊത്തം 10 പേരുണ്ടായെന്ന് വിചാരിക്കുക. അതിൽ 5 പേര് എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു, അതായത് നമ്മുടെ ബിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ബിയിൽ ഫസ്റ്റ് എത്ര എണ്ണമായിരുന്നു? 5 ആയിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ കൂടെ ഒരു 5 എണ്ണം കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ മൊത്തം 10 ആളായി അല്ലേ? പക്ഷേ എയിൽ 5 പേര് കുറഞ്ഞു, അപ്പം അവിടെ മൊത്തം 5 ആളായി. ഓക്കെ, സോ ജീന് ഒരു പോപ്പുലേഷനിൽ നിന്ന് മറ്റൊരു പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജീൻ മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് പോപ്പുലേഷനിൽ നിന്നാണോ ഇവർ മൈഗ്രേറ്റ് ചെയ്തത് ആ പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി കുറയും. ഓക്കെ, പക്ഷേ ആർക്കാണോ ഇവരെ കിട്ടുന്നത്, അതായത് ബിക്ക് എന്ത് ചെയ്തു? പുതിയ ജീനുകളെ കിട്ടിയല്ലേ? അപ്പൊ ആ കിട്ടിയ പോപ്പുലേഷന്റെ
ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അല്ലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താകും? കൂടുന്നു. ഇതാണ് ജീൻ മൈഗ്രേഷൻ. അപ്പോൾ ജീൻ മൈഗ്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജീൻ പൂൾ. ജീൻ പൂൾ അല്ല, ജീൻ ഫ്ലോ കേട്ടോ. എന്താ വിളിക്കുന്നത്? ജീൻ ഫ്ലോ. മൾട്ടിപ്പിൾ ടൈംസ് ജീൻ മൈഗ്രേഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ജീൻ ഫ്ലോ. ഓക്കെ, അപ്പൊ ന്യൂ ജീൻസ് പുതിയ പോപ്പുലേഷനിൽ ആഡ് ആകും. അതേപോലെ തന്നെ ഓൾഡ് പോപ്പുലേഷനിൽ നിന്ന് കുറെ ജീൻസ് ലോസ് ആവും, അതായത് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, യെസ്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതായത് ഒരു പോപ്പുലേഷനുള്ള കുറച്ച് ആൾക്കാർ വേറൊരു പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ രണ്ട് പോപ്പുലേഷന്റെയും അലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി എന്താവുന്നത്? കോൺസ്റ്റന്റ് അല്ലാണ്ട് ആവുന്നത്, അതായത് തെറ്റുന്നത് അല്ലെ? യെസ്. അടുത്തതാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ്. എന്താ ജെനറ്റിക് ഡ്രിഫ്റ്റ്? അപ്പൊ ജെനറ്റിക് ഡ്രിഫ്റ്റിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നത് ബൈ ചാൻസ് ആണ്. ഓക്കെ, ഇവിടെ അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ്? ബൈ ചാൻസ്, അതായത് അറിയാതെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ജെനറ്റിക് ഡ്രിഫ്റ്റ് നമ്മൾ എപ്പോഴും സ്മോൾ പോപ്പുലേഷനിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ഓൺലി ഓപ്പറേറ്റ്സ് ഇൻ സ്മോൾ പോപ്പുലേഷൻ. ലാർജ് പോപ്പുലേഷനിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ചേഞ്ചിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, യെസ്. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എന്ന് വെച്ചാൽ, മക്കളെ നോക്കിക്കേ, ഇവിടെ കുറച്ച് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഓക്കെ, കുറച്ച് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഓക്കെ, ഇത് പോപ്പുലേഷൻ എ ആണ്. ഇവിടെ കുറച്ച് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ കുറച്ച് എന്താ പറയുക, ബീറ്റിൽസ് ഉണ്ട്, വണ്ടുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, കുറച്ച് വണ്ടുകൾ അതെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് വണ്ടുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു. അതായത് 2 ടൈപ്പ് വണ്ടുകളാണുള്ളത്, റെഡും ഉണ്ട് ബ്ലൂ ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഇവരെ കൊല്ലാൻ വേണ്ടി ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു. അപ്പൊ അവരിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെ? എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുഞ്ഞി പോപ്പുലേഷൻ ആയിരുന്നു. പെട്ടെന്ന് ബൈ ചാൻസ് അറിയാതെയാണ് എന്താ പറയാ ഒറ്റ അടിക്ക് ഒരു അടി നമ്മളത് കൊടുക്കുന്നത്. ആ അടിയിൽ കുറച്ച് ബ്ലൂ അങ്ങ് ഇല്ലാതായിപ്പോയി അല്ലെ? കുറച്ച് ബ്ലൂ അങ്ങ് എന്തായിപ്പോയി? ഇല്ലാതെയായിപ്പോയി. ഓക്കെ, അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി മാറ്റം വന്നു. കുറച്ച് പേര് ബൈ ചാൻസ് നഷ്ടപ്പെട്ടു. അൺലക്കി ആയിട്ടിരുന്ന, അതായത് ഭാഗ്യമില്ലാത്ത കുറച്ച് പേര് അവിടുന്ന് നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി മാറില്ലേ? മാറും. ഓക്കെ, ഇതാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജെനറ്റിക് ഡ്രിഫ്റ്റ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് ആ ഒരു പോപ്പുലേഷൻ അല്ലെ? ഇതാണ് രക്ഷപ്പെട്ട പോപ്പുലേഷൻ അല്ലെ? ഈ രക്ഷപ്പെട്ട പോപ്പുലേഷൻ എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവർ വേറൊരു സ്ഥലത്ത് ജീവിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവർക്ക് ആ സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ അനുസരിച്ചുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നു, വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്നു. ഈ വേരിയേഷൻസ് അവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യും അല്ലെ? ഈ വേരിയേഷൻസ് അവർ എന്ത് ചെയ്യും? നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യും. അതായത് അവർ റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആദ്യം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അതായത് ബ്ലൂവും അതുപോലെ തന്നെ റെഡും ഈക്വൽ ആയിരുന്നു. ഇവിടെ ഈക്വൽ ആയിരുന്നു. പക്ഷെ ബൈ ചാൻസ് ഇവരുടെ അലീലിക് ഫ്രീക്വൻസി മാറി അല്ലെ? അങ്ങനെ ബ്ലൂവിനെ നഷ്ടപ്പെട്ടു, റെഡിന് മാത്രം ഉണ്ടായി. ഈ റെഡ് ഇനി നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പുതിയ പോപ്പുലേഷനിലുള്ളത് ആരാ? റെഡാണ്. ഓക്കെ, അത് മാത്രമല്ല ഇവരെവിടെയാണോ എത്തിപ്പെട്ടത് ആ ഒരു ഹാബിറ്ററ്റിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഫേവറബിൾ വേരിയേഷൻസ് ഇവരുടെ ബോഡിയിൽ ഉണ്ടാവും. ആ വേരിയേഷൻസ് ഇവർ എന്ത് ചെയ്യും? നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യും. അങ്ങനെ പുതിയൊരു പോപ്പുലേഷൻ ആയിട്ട് അല്ലെങ്കിൽ ന്യൂ സ്പീഷീസ് ആയിട്ട് ഇവർ ഇവോൾവ് ചെയ്യും അല്ലെ? ഇവര് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കും ആൻഡ് പുതിയൊരു പോപ്പുലേഷൻ ആയിട്ട് ഇവർ ഇവോൾവ് ചെയ്യും. സോ ഇവിടെ ന്യൂ സ്പീഷീസ് ഉണ്ടാവാൻ കാരണം ആരാണ്? ഈ ആൾക്കാരാണ്, രക്ഷപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഇവരാണ് ഇവിടെ പുതിയ സ്പീഷീസ് ഉണ്ടാവാനായിട്ട് കാരണം. സോ നമുക്ക് ഇവരെ എന്ത് വിളിക്കാം? ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കാം. ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കാം. ഈ എഫക്റ്റ് ആണ് ഫൗണ്ടർ എഫക്റ്റ്. ഈ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടർ എഫക്റ്റ്. അപ്പൊ ജെനറ്റിക് ഡ്രിഫ്റ്റിൽ തന്നെയാണ് നമ്മൾ എന്തും പഠിക്കുന്നത്, ഫൗണ്ടർ എഫക്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്തതാണ് മ്യൂട്ടേഷൻ. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ? നമ്മുടെ ജീനിൽ ഉണ്ടാവുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് അല്ലെ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി. ഓക്കെ, ഈ ഒരു പോപ്പുലേഷൻ, ഓക്കെ, 3 പേരുള്ള ഒരു പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനിൽ ഇയാൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു. ഇയാൾ സ്മോൾ ടി ആയി. ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി തന്നെ. സോ ഇവരുടെ ജീൻ ഫ്രീക്വൻസി ഇവിടെ എത്തിയപ്പോഴേക്ക്, അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേഞ്ച് ചെയ്തു. സോ മ്യൂട്ടേഷൻ ഈസ് ഓൾസോ എ ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. പിന്നെ അടുത്തതാണ് ജെനറ്റിക് റീകോമ്പിനേഷൻ അല്ലെ? നമുക്കറിയാം ക്രോമസോംസ് എന്ത് ചെയ്യും? അവരുടെ പാർട്സിനെ എക്സ്ചേഞ്ച് ചെയ്യും. ക്രോമസോംസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പാർട്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും ക്രോമസോമിന്റെ ഒരു ഭാഗം കൈമാറിയാൽ DNA കൈമാറി, ജീനുകളെ കൈമാറി, അല്ലീലുകളെ കൈമാറി. ഓക്കെ, സോ അതും എന്തിനു കാരണമാണ്? പുതിയ ഒരു അലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസിക്ക് കാരണമാണ്.
നെക്സ്റ്റ് വൺ ഇസ് നാച്ചുറൽ സെലക്ഷൻ. എന്താ നാച്ചുറൽ സെലക്ഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം എന്താ പറയുക, 1, 2, 3, 4, 5, 6 ആൾക്കാരുള്ള ഒരു പോപ്പുലേഷൻ ആണ്. പക്ഷെ നേച്ചർ ഇവിടെ നിന്ന് 2നെയും 6നെയും ഫേവറബിൾ വേരിയേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് എടുത്ത് കളഞ്ഞു. അപ്പൊ ആ 2 പേര് ഡിസപ്പിയർ ആയി. പിന്നെ ആകെ ഉണ്ടാവുക 1, 3, 4, 5 മാത്രമാണല്ലേ. അപ്പോഴും ആ പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി മാറി. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എന്തൊക്കെയാ? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. യെസ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നമുക്ക് 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ ആണുള്ളത് കേട്ടോ. ഈ ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ വരാനുള്ള കാരണം പല ഓർഗാനിസംസും അവരുടെ എൻവയോൺമെന്റിനോട് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് വെക്കും. സോ ഡിഫറെന്റ് ഓർഗാനിസംസ് എങ്ങനെയാണ് എൻവയോൺമെന്റിനോട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അതിനനുസരിച്ചാണ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ വരുന്നത്. സോ നമുക്കൊരു ഐഡിയൽ നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്. ഇതാണ് ഐഡിയൽ നാച്ചുറൽ സെലക്ഷൻ. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് നമ്മളെ മോത്തിന്റെ കാര്യം തന്നെയാണ്. അതായത് ഇൻഡസ്ട്രിയൽ മെലാനസിസിൽ നമ്മൾ മോത്ത് പഠിച്ചില്ല, ആ മോത്തിന്റെ കാര്യം തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സോ ഇവിടെ ഞാൻ കൊടുക്കുന്നത് നമ്പർ ഓഫ് മോത്ത്, വൈ ആക്സിസിൽ നമ്പർ ഓഫ് മോത്ത് ആണ്. ഓക്കെ, സോ എങ്ങനെയാ വരിക ഗ്രാഫ്? ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അതായത് ഇത് വൈറ്റ് മോത്ത്, ഇത് ഡാർക്ക് മോത്ത്, ഇവിടെ വരുന്നത് ഇന്റർമീഡിയറ്റ് മോത്താണ്. ഇന്റർമീഡിയറ്റ് മോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വൈറ്റും ഡാർക്കും ഉണ്ട്, ഇതിന്റെ 2ന്റെയും കോമ്പിനേഷൻ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് കളർ, ഒരു മീഡിയം ക്യാരക്ടറുള്ള മോത്തും ഉണ്ട്. അതാണ് വരുന്നത്. ഇതൊരു ഐഡിയൽ നാച്ചുറൽ സെലക്ഷന്റെ ഗ്രാഫാണ് കേട്ടോ. പക്ഷെ ഈ ഗ്രാഫ് 3 രീതിയിൽ മാറാം. ഓക്കെ, എങ്ങനെയൊക്കെ മാറാം? 3 രീതിയിൽ മാറാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റത്തതാണ് ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനസത്തിന് ശേഷം നമ്മൾ പറഞ്ഞത്, അതായത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നമ്മൾ നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്? ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഡാർക്ക് മോത്താണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ഗ്രാഫ് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക? അതായത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഡാർക്ക് മോത്താണ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ആരെ ഫേവർ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്തത്? ഡാർക്ക് മോത്തിനെ ഫേവർ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്തത്. ഗ്രാഫ് അല്ലെങ്കിൽ പീക്ക് ഷിഫ്റ്റ്സ് ഇൻ 1 ഡയറക്ഷൻ അല്ലെ. ഈ ഒരു പീക്ക് എന്ത് ചെയ്തു? ഒരൊറ്റ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഒരൊറ്റ ക്യാരക്ടറിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു ഒരു ഡയറക്ഷനിൽ. സോ ദിസ് ഇസ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഇത് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. അടുത്തതാണ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. എന്താണ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ? എന്താ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് വൈറ്റും ഡാർക്കും കുറവ്, പക്ഷെ പീക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇന്റർമീഡിയറ്റിനെ മാത്രം ഫേവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഉയരുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. അതായത് വൈറ്റ് ഒരു 100 എണ്ണം, ഡാർക്ക് ഒരു 100 എണ്ണം, പക്ഷേ 1000 എണ്ണം എന്തുണ്ടാവും? അതായത് ഇന്റർമീഡിയറ്റ് മാത്രം ഉണ്ടാവും. സോ ഒരൊറ്റ ആളെ, അതായത് ഇന്റർമീഡിയറ്റിനെ മാത്രം ഫേവർ ചെയ്തിട്ടാണ് പീക്ക് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ മീഡിയം വാല്യൂവിനെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. 2 എക്സ്ട്രീമിറ്റീസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്തതാണ് എന്താ പറയാ, ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. എന്താണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ? ഇതാണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. എന്താ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നേച്ചർ സെലക്ട് ചെയ്യുന്നത് 2 എക്സ്ട്രീമിറ്റീസിനെ, അതായത് വൈറ്റ് കൂടുതൽ ഡാർക്കും കൂടുതൽ, വൈറ്റ് കൂടുതൽ ഡാർക്ക് കൂടുതൽ, പക്ഷെ ആരാണ് കുറവ്? ഈ ഇന്റർമീഡിയറ്റ് ക്യാരക്ടറിലെ സെൻട്രൽ വാല്യൂ അത് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ 2 എക്സ്ട്രീമിറ്റീസിനെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പൊ ഈ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് അത് എന്തായാലും എന്തിനു പറയും? അതായത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. സോ എ ഇതെന്താണ്? പീക്ക് ഗെറ്റ്സ് ഹയർ ആൻഡ് നാരോവർ. പീക്ക് ഇന്റർമീഡിയറ്റിനെ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ഫേവർ ചെയ്യുന്നുള്ളൂ അല്ലേ. അങ്ങനെ പീക്ക് മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ദിസ് ഇസ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. ഇനി ഇവിടെ പീക്ക് എന്ത് ചെയ്യുന്നു? ഡാർക്ക് മോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഇത് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് പറയുന്നത്. പിന്നെ പീക്ക് 2 എക്സ്ട്രീമിറ്റീസിനെ, അതായത് വൈറ്റിനെയും ഡാർക്കിനെയും ഫേവർ ചെയ്തു. ഇന്റർമീഡിയറ്റ് വളരെ കുറവാണ്. ഇതിനെയാണ് നമ്മൾ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. ഇതാണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, സെറ്റ് ആയല്ലോ? ഇതാണ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്, എവല്യൂഷൻ ഓഫ് മാൻ. ഓക്കെ, എവല്യൂഷൻ ഓഫ് മാൻ.
നമുക്കറിയാം നമ്മൾ പ്രൈമേറ്റ്സിനും എന്ത് നടന്നിട്ടുണ്ട്, എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. മാന് പ്രൈമേറ്റയിൽ വരുന്നതാ, ഓർഡർ പ്രൈമേറ്റയാണ്. ഓക്കെ, അത് നമ്മൾ പറയില്ല പണ്ട് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്, അങ്ങനെയല്ല. കുരങ്ങിന്റെ നേച്ചേഴ്സ് ഉള്ള പണ്ടത്തെ ആൻസസ്റ്ററിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള മനുഷ്യന്മാർ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എവല്യൂഷൻ നമുക്ക് കറക്റ്റ് ഓർഡറിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ഉണ്ടായത് ഏകദേശം 3 to 4 മില്യൺ ഇയേഴ്സ് എഗോ ആദ്യം ഉണ്ടായത് ഡ്രയോപിത്തക്കസ്. ആരാണ്? ഡ്രയോപിത്തക്കസും അതേപോലെ തന്നെ രാമാപിത്തക്കസുമാണ്. ഓക്കെ, ഡ്രയോപിത്തക്കസും രാമാപിത്തക്കസുമാണ് ആദ്യം ഉണ്ടായത്. ഡ്രയോപിത്തക്കസ് എന്ന് പറയുമ്പോൾ മോർ എയ്പ്പ് ലൈക്ക് ആണ്. രാമാപിത്തക്കസ് എന്ന് പറയുമ്പോൾ മോർ മാൻ ലൈക്ക് ആണ്. ഓക്കെ, മോർ മാൻ ലൈക്ക് ആണ്. ഇവരുടെ ഫോസിൽ നമുക്ക് കിട്ടിയത് എത്തിയോപ്യയിൽ നിന്നും ടാൻസാനിയയിൽ നിന്നുമാണ്. എത്തിയോപ്യ ആൻഡ് ടാൻസാനിയ. ഓക്കെ, ഇവരെന്ന് പറഞ്ഞാൽ ദേ വർ മോർ ഹെയറി, ശരീരം മുഴുവനും രോമങ്ങളുള്ള ആൾക്കാരായിരുന്നു. ഇവര് വാക്ക് ചെയ്തത്, അതായത് ഇവർ നടന്നിരുന്നത് ചിമ്പാൻസി ഗൊറില്ല ഉള്ള അതേ നേച്ചറിലാണ്. ചിമ്പാൻസിനെ പോലെയും ഗൊറില്ലിനെ പോലെയും നടന്നിരുന്ന ആൾക്കാരാണ്. ഓക്കെ, യെസ്. ഇനി ഇവർക്ക് എവല്യൂഷൻ സംഭവിച്ചു. ഇവരെന്തായിട്ട് പിന്നെ ഇവോൾവ് ചെയ്തു? ഓസ്ട്രാലോപിത്തക്കസ്. പിന്നെ ആരാണ് ഉണ്ടായത്? ഓസ്ട്രാലോപിത്തക്കസ്. ഓസ്ട്രാലോപിത്തക്കസിന്റെ ഫോസിൽ നമുക്ക് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ഈസ്റ്റ് ആഫ്രിക്ക. ഇത് 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ് കേട്ടോ. ആക്ച്വലി ഇവര് സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തിട്ട് ഹണ്ട് ചെയ്ത ആൾക്കാരാണ്. അതായത് കല്ലുകൊണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഹണ്ട് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇവരെന്താ കഴിച്ചിരുന്നത്? ഫ്രൂട്ട്സ് ആണ് കഴിച്ചിരുന്നത്. ദേ എയ്റ്റ് ഫ്രൂട്ട്സ്. പിന്നെ ആര് വന്നു? ഹോമോ ഹെബിലിസ് വന്നു. പിന്നെ ആരാ വന്നത്? ഹോമോ ഹെബിലിസ്. ഓക്കെ, ഹോമോ ഹെബിലിസിന്റെ ഫോസിൽ നമുക്ക് ജാവയിൽ നിന്നാണ് കിട്ടിയത്. ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc ആണ്. ഓക്കെ, ബ്രെയിൻ കപ്പാസിറ്റി, ക്രേനിയൽ കപ്പാസിറ്റി 650 to 800 cc ആണ്. പിന്നെ ആര് വന്നു? 1.5 മില്യൺ ഇയേഴ്സ് എഗോ ഹോമോ ഇറക്ടസ് വന്നു. ഇവർക്ക് 900 ക്രേനിയൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ദേ എയ്റ്റ് മീറ്റ്, അതായത് മാംസം ഭക്ഷിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ ഏകദേശം 1 lakh to 40,000 ഇയേഴ്സ് മുന്നേ ആരാ വന്നത്? നിയാൻഡർതാൽമാൻ. ഈ നിയാൻഡർതാൽമാനിന്റെ ഫോസിൽ നമ്മൾ ഏഷ്യയിൽ നിന്നാണ് കളക്ട് ചെയ്തത്. 1400 cc ആണ് ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരെ ശരീരമൊക്കെ മറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട ആൾക്കാരെ ഇവര് കുഴിച്ചു മൂടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? ഹോമോസാപ്പിയൻസ്. ഫസ്റ്റത്തെ ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽ ആഫ്രിക്കയിൽ നിന്ന് കളക്ട് ചെയ്തു. ദിസ് വാസ് ഓൾമോസ്റ്റ് അബൌട്ട് 75,000 to 10,000 ഇയേഴ്സ് ബാക്ക്. ഓക്കെ, ഇവരാണ് കേവ് ഔട്ട് ചെയ്തത്. പിന്നെ ഇവർ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്തു. അതായത് അഗ്രികൾച്ചർ തുടങ്ങി. പിന്നെ ഹ്യൂമൻ സെറ്റിൽമെന്റ്, ഗ്രോത്ത്, ഇപ്പോൾ ഉള്ള സിവിലൈസേഷൻ, ഇപ്പോൾ ഉള്ള ഹോമോസാപ്പിയൻസിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ എവല്യൂഷൻ ഓഫ് മാൻ. ഇപ്പൊ ഡ്രയോപിത്തക്കസ്, രാമാപിത്തക്കസ്. ഡ്രയോപിത്തക്കസ് മോർ ഏപ്പ് ലൈക്ക്, രാമാപിത്തക്കസ് മോർ മാൻ ലൈക്ക് അല്ലെ. ഫോസിൽസ് എത്യോപ്യ, ടാൻസാനിയയിൽ നിന്ന് കിട്ടി. ദിസ് വാസ് അബൌട്ട് 3 to 4 മില്യൺ ഇയേഴ്സ് എഗോ. ശരീരം മുഴുവനും ഹെയറി ആയിട്ടുള്ള, അതുപോലെ തന്നെ ചിമ്പാൻസി ഗൊറില്ല പോലെ നടന്ന ആൾക്കാരാണ്. പിന്നെ ഓസ്ട്രാലോപിത്തക്കസ് വന്നു. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ഫോസിൽ കിട്ടി 2 മില്യൺ ഇയേഴ്സ് എഗോ. സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തിട്ട് ഇവർ ഹണ്ട് ചെയ്തു. ഇവര് ഫ്രൂട്ട്സ് ആണ് കഴിച്ചിരുന്നത്. പിന്നെ ഹോമോ ഹെബിലസ്, ഫോസിൽ ഫ്രം ജാവ, ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc. പിന്നെ 1.5 മില്യൺ ഇയേഴ്സ് എഗോ ഹോമോ ഇറക്ടസ് 900 cc. ഇവര് മീറ്റ് കഴിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ നിയാൻഡർതാൽമാൻ വന്നു. 1400 cc ആണ് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി. ഏഷ്യയിൽ നിന്ന് നമുക്ക് ഫോസിൽ കിട്ടി. പിന്നെ ഹോമോസാപ്പിയൻസ്, ഫസ്റ്റ് ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ആ ഹോമോസാപ്പിയൻസ് ആണ് ഇപ്പോൾ ഉള്ള വെൽ ഡെവലപ്ഡ് ഹോമോസാപ്പിയൻസ്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലേ, ഒന്ന് ബ്രെയിൻ കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇവർ കഴിച്ച ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെക്യുലർ ഫീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്യാം അല്ലെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ആൻസസ്റ്റർ ഇസ് മോർ ഏപ്പ് ലൈക്ക്? ഏപ്പ് ലൈക്ക് ആരാടാ? അത് ഡ്രയോപിത്തക്കസ് ആണ് കേട്ടോ. ആരാണ്? ഡ്രയോപിത്തക്കസ്. ഇതിനെന്താ പറ്റിയേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശരിയാക്കട്ടെ. യെസ്. ഓക്കെ, which theory talks about the huge explosion that leads to origin of universe? അത് ഏത് തിയറി ആണ്? ബിഗ് ബാങ് തിയറി.
വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സെറ്റ്സ് ഓഫ് ഗ്യാസസ് വർ യൂസ്ഡ് ഇൻ ബില്ലേഴ്സ് എക്സ്പെരിമെന്റ്? നമുക്കറിയാം എന്താണ് അമോണിയ, മീത്തേൻ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഇതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. Some examples of evolutionary structures are given below. Classify them under suitable headings. Okay, so ഇത് ഹോമോലോഗസ് അനലോഗസ് സ്ട്രക്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഫോർ ലിംബ് ഓഫ് മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ് ഇത് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ആണ്. വിങ്സ് ഓഫ് ബേർഡ്, ബട്ടർഫ്ലൈ അനലോഗസ്. തോൺ ഓഫ് ടെൻഡ്രിൽ, ബോഗൻവില്ല ആൻഡ് കുക്കുർബിറ്റ തോൺ ഓഫ് ബോഗൻവില്ല, ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ ഇതെന്താ വരുന്നത്? ഹോമോലോഗസ്. വേർട്ടിബ്രേറ്റ് ഹാർട്ട് ഓർ ബ്രെയിൻസ് അതും ഹോമോലോഗസ്. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് അനലോഗസ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് ദാറ്റ് ഇസ് ഓൾസോ അനലോഗസ് അല്ലെ. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് ഇസ് ഓൾസോ എന്ത്? അനലോഗസ്. യെസ്. ഓക്കെ, കംപ്ലീറ്റ് ദ ബോക്സ്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫോർ ലിംബ് ഓഫ് മാമൽ എന്താണടാ? ഹോമോലോഗിയാണ്. ടൈപ്സ് ഓഫ് എവല്യൂഷൻ HD ആലോചിക്കാൻ ഞാൻ പറഞ്ഞു. HD അല്ലെ, ഡൈവർജന്റ് എവല്യൂഷൻ. ഓക്കെ, വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ അനലോഗിയാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് എവല്യൂഷൻ AC ആലോചിച്ചാൽ മതി കേട്ടോ. AC ആലോചിച്ചോ, ദാറ്റ് ഇസ് കൺവർജന്റ് എവല്യൂഷൻ. ഓക്കെ, ഈ ക്വസ്റ്റിന്റെ ആൻസർ നോക്കിക്കേ. എവല്യൂഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചേഴ്സ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. വാട്ട് ഇസ് മെൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? ഗീവ് 2 other എക്സാമ്പിൾസ്. അല്ലെങ്കിൽ ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ് ഇവോൾവ് ഇൻ ടു മെനി അതർ ഫോംസ് വിത്ത് ഓൾട്ടർഡ് ബീക്സ്. ഐഡന്റിഫൈ ദ എവല്യൂഷണറി ഫിനോമിനൻ ആൻഡ് ഡിഫൈൻ ഇറ്റ്. ഓക്കെ, സോ നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് ആദ്യം നിങ്ങൾ എഴുതണം. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ given isolated അല്ലെ, ഒറ്റപ്പെട്ട ജോഗ്രഫിക്കൽ ഏരിയ, ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ, സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ ഹാബിറ്ററ്റ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എക്സാമ്പിൾ ഒന്ന് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഡാർവിൻ ഫിഞ്ചസ് അല്ലെ, അതായത് അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചസ്. അത് കൂടാതെ നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് എഴുതാം? ഒന്ന് മാർസൂപ്പിയൽ റേഡിയേഷൻ ഇൻ ഓസ്ട്രേലിയ. അതുപോലെ തന്നെ പ്ലാസെന്റൽ മാമൽസിനും അഡാപ്റ്റീവ് റേഡിയേഷൻ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്നിട്ടുണ്ട് അല്ലെ. പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. യെസ്, അപ്പൊ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മളെ നാച്ചുറൽ സെലക്ഷൻ തിയറി ഓഫ് ഡാർവിൻ അതിന്റെ കുറെ പോയിന്റ്സ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്താണ് വരിക? ഫസ്റ്റ് ഓവർ പ്രൊഡക്ഷൻ, പിന്നെ എന്താ വരുന്നത്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, പിന്നെ വേരിയേഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഓക്കെ, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഓക്കെ, ഇത് അങ്ങോട്ട് പഠിച്ചാൽ മതി, ഇമ്പോർട്ടൻറ്റ്. Okay, allelic frequency in a population are stable and is constant from generation to generation. Name the principle. ഏത് പ്രിൻസിപ്പിൾ ആണ്? ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. p² + 2pq + q² = 1. ഇത് ഏത് പ്രിൻസിപ്പിളിനെയാണ് കാണിക്കുന്നത്? ഓക്കെ, അതിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ രണ്ടും സെയിം ആണ്. അതായത് ഏതെങ്കിലും ഒരു 4 ഫാക്ടർ ഈ പ്രിൻസിപ്പിളിനെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം? ഒന്ന് ജനറ്റിക് ഡ്രിഫ്റ്റ് എഴുതാം അല്ലെ, ജനറ്റിക് ഡ്രിഫ്റ്റ് എഴുതാം, നാച്ചുറൽ സെലക്ഷൻ എഴുതാം, മ്യൂട്ടേഷൻ റീകോമ്പിനേഷൻ എഴുതാം, മ്യൂട്ടേഷൻ ആൻഡ് റീകോമ്പിനേഷൻ എഴുതാം, പിന്നെന്താണ് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എഴുതാം. ഓക്കെ, 4 ഫാക്ടേഴ്സ് നിങ്ങൾ എഴുതുക കേട്ടോ. Diagrammatic representation of the operation of natural selection on different traits is given below. Identify A, B and C. Okay, peaks get higher and narrower ആണ് A. അപ്പോൾ A എന്ന് പറയുന്നത് എന്താ? സ്റ്റെബിലൈസിങ്. B എന്ന് പറഞ്ഞാൽ പീക്ക് ഷിഫ്റ്റ്സ് ഇൻ വൺ ഡയറക്ഷൻ അല്ലെ, ഇത് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. 2 പീക്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ബി? ബി എന്താണ്? അതായത് ലൈക്ക് ഏതാണ് ചോദിച്ചത്? ബി അല്ലേ? ബി എന്ന് പറയുമ്പോൾ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ് അല്ലേ. ഓക്കെ, ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ ഇൻഡിവിജ്വൽസും എക്വയർ ചെയ്യുന്നത് എന്താ പറയുക, മീൻ ക്യാരക്ടർ വാല്യൂ അല്ലാത്തൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് മോർ ഇൻഡിവിജ്വൽസ് എക്വയർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം,
അതായത് ഒരൊറ്റ എക്സ്ട്രിമിറ്റീനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യുന്നു അല്ലെ, അതിനെയാണ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. മോർ ഇൻഡിവിജ്വൽസ് എക്വയർ എ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഇനി കുറച്ച് മാച്ച് ദ ഫോളോയിങ് ആണ്. യെസ്, നാച്ചുറൽ സെലക്ഷൻ ചാൾസ് ഡാർവിൻ. ലമാർക്ക്, ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ്. ജീൻ ഫ്ലോ, ബൈ ചാൻസ്, ജനറ്റിക് ഡ്രിഫ്റ്റ്. എൻലോഗസ് സ്ട്രക്ചേഴ്സ്, കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, ഇവിടെ എന്താണ് നാച്ചുറൽ സെലക്ഷൻ? ആരാണ്? ഡാർവിൻ. കെമിക്കൽ എവല്യൂഷൻ, ദാറ്റ് ഈസ് മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ബിഗ് ബാങ് തിയറി. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്, ലമാർക്ക്. ഓക്കെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ടുവന്നത് ആരാണ്? ഡാർവിൻ. സയന്റിസ്റ്റിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്, ലമാർക്ക്. തിയറി ഓഫ് മ്യൂട്ടേഷൻ, ആരാണ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത്? ഹ്യൂഗോ ഡീവ്രസ്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ശരിക്കും ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്നാണ് പറയുന്നത്, ഓർ അരിസ്റ്റോട്ടിലാണ് നമ്മളെ എന്താ പറയുക ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, അരിസ്റ്റോട്ടിൽ. അപ്പോൾ അതറിയുന്ന ആൾക്കാർ വേണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് കോമൺ ആയിട്ട് എന്താ പറയുക ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്ന് എഴുതിയാലും മതി. യെസ്, ഓക്കെ. Prepare a flowchart showing the evolution of man in correct hierarchical order. Homo erectus, Homo habilis, Dryopithecus, Australopithecus, Homo sapiens, Ramapithecus, Neanderthal man. ഫസ്റ്റ് എന്താണ് വരുന്നത്? ഫസ്റ്റ് ഡ്രയോപിത്തക്കസ്, പിന്നെ രാമാപിത്തക്കസ് അല്ലേ? അത് കഴിഞ്ഞ് ഓസ്ട്രാലോപിത്തക്കസ്, ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, പിന്നെ ആരാണ്? നിയാൻഡർതാൽ മാൻ, പിന്നെ ഹോമോ സാപ്പിയൻസ്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിയാൻഡർതാൽ മാൻ, അതായത് മാച്ച് ചെയ്യാനാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാരക്ടേഴ്സ് പഠിക്കണം എന്നുള്ളത് കേട്ടോ. യെസ്, യൂസ്ഡ് ഹൈഡ്സ് ടു പ്രൊട്ടക്ട് ദെയർ ബോഡി ആൻഡ് ബെറീഡ് ദെയർ ഹെഡ്. ശരീരം സംരക്ഷിക്കാൻ മൃഗത്തോലുകൾ ഉപയോഗിച്ചു, മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നു. മൃഗത്തോല് യൂസ് ചെയ്തിട്ട് ബോഡി മറച്ചിരുന്ന ആൾക്കാരാണ് നിയാൻഡർതാൽ മാൻ കേട്ടോ. ഓസ്ട്രാലോപിത്തക്കസ് എന്താ? സ്റ്റോൺ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്ത് ഹണ്ട് ചെയ്ത ആൾക്കാരാണ്. ഹോമോ ഹെബിലിസ് അല്ലെ, ഹോമോ ഹെബിലിസ് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc. ഇവർ മാംസമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോമോ ഇറക്ടസ് 900 cc ആണ് ബ്രെയിൻ കപ്പാസിറ്റി വരുന്നത്. ജാവയിൽ നിന്ന് ഫോസിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 900 cc ആണ് ഇവരുടെ എന്ത് വരുന്നത്? ബ്രെയിൻ കപ്പാസിറ്റി വരുന്നത്. ഹോമോ ഹെബിലിസിൻ്റെത് 650 to 800 cc ആണ് അല്ലേ? യെസ്, ഓക്കെ, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മക്കളെ നോക്കിക്കുക, ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ QR കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേദാന്തം മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗ്രൂപ്പ് കിട്ടും. സോ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അവർക്ക് എല്ലാവർക്കും ക്രിസ്മസ് പരീക്ഷ എളുപ്പമാവണം അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ സഹായിക്കുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ടാറ്റാ.